Hello my dear students, welcome എല്ലാവർക്കും വേദാന്തുവിൻ്റെ മലയാളം ചാനലിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ സുസ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ അറ്റോമിക് സ്ട്രക്ചറിൻ്റെ, അതായത് നമ്മുടെ ഫസ്റ്റ് ക്രാഷ് കോഴ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് സെഷൻ, ബേസിക്കലി ഞാൻ വാക്ക് പറഞ്ഞ പോലെ പ്രോബ്ലം സോൾവിങ് സെഷനാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ പഠിച്ച തിയറീസ് എല്ലാം കൂടെ അരച്ചു കലക്കിയിട്ടുള്ള പ്രോബ്ലംസ്, അതായത് മെയിൻ ടോപ്പിക്സ്, ബോർസ് മോഡൽ ഓഫ് ആറ്റം, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, പിന്നെ ക്വാണ്ടം നമ്പേഴ്സ്, പിന്നെ ഹൈഡ്രജൻ സ്പെക്ട്രം. ഈ മെയിൻ ടോപ്പിക്സ്, ഈ 4 തലതൊട്ടപ്പന്മാർ, ഇവരാണ് മെയിൻ ടോപ്പിക്സ്. ഏതൊക്കെയാണ്? ബോർസ് മോഡൽ ഓഫ് ആറ്റം, ഹൈഡ്രജൻ സ്പെക്ട്രം, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, ക്വാണ്ടം നമ്പേഴ്സ്. ഇവരിൽ നിന്നുള്ള മേജർ ക്വസ്റ്റ്യൻസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നീറ്റിൽ വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഗെറ്റ് റെഡി, പെന്നും പേപ്പറും എടുത്ത് റെഡി ആയിട്ടിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബ്ലംസ് ചെയ്യാന്നുള്ളത്. ഓക്കെ, പിന്നെ ഒരു റിക്വസ്റ്റ് ഉള്ളത്, നേരെ തന്നെ സൊല്യൂഷനിലേക്ക് പോകല്ലേ മക്കളെ. അതായത് ഞാൻ സോൾവ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് അപ്പം തന്നെ സോൾവ് ചെയ്ത് തുടങ്ങുമായിരിക്കും. പക്ഷെ നിങ്ങളൊന്ന് പോസ് അടിച്ചിട്ട് സ്വന്തം ചെയ്യാൻ നോക്കുക. ഓക്കെ, യെസ് ഓ നോ? അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ ഫൈൻ, നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവൽ എത്രത്തോളം ഉണ്ട്, ഏത് ടോപ്പിക്കൊക്കെയാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണത്, ഏത് ടോപ്പിക്കൊക്കെയാണ് നിങ്ങൾക്ക് ആസ് ഇൻ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോഴും എനിക്കൊരു ചെറിയൊരു ടിപ്പ് തരാനുള്ളത്, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടൈമർ സെറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അതായത് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഒരു 20 ക്വസ്റ്റ്യൻസ് എടുക്കുകയാണ്. ഇപ്പോൾ അറ്റോമിക് സ്ട്രക്ചറിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ നിങ്ങൾ റാൻഡമായിട്ട് ചൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ട് ടൈമർ സെറ്റ് ചെയ്ത് ചെയ്യുക. കാര്യം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഈ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആക്യുറസി മാത്രമല്ല, നിങ്ങളുടെ സ്പീഡും കൂടി ടെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എപ്പോഴും നിങ്ങളെ തന്നെ ആ എക്സാമിനേഷൻ സെൻറ്ററിലാണ് എന്ന് വിചാരിച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യുക. അതായത് ഒരു ടൈം ക്രഞ്ച് ഉണ്ട്, എനിക്ക് ഇത്ര ലിമിറ്റഡ് ടൈമേ ഉള്ളൂ എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് പ്രോബ്ലംസ് ചെയ്യുക. അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ടൈം എപ്പോഴും കുറേ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് എക്സാമിനേഷൻസും അറ്റംപ്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു സ്ഥിതി വരാൻ പാടില്ല. സോ ബേസിക്കലി ടൈമർ സെറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുക. ഓക്കെ ഫൈൻ. അപ്പം നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം, അധികം വൈകിക്കുന്നില്ല. നമുക്ക് നേരെ പ്രോബ്ലം സോൾവിങ്ങിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ തനിയെ സോൾവ് ചെയ്യാൻ നോക്കുക ആദ്യം. ഓക്കെ, എന്നിട്ട് പോസ് അടിച്ച് തനിയെ സോൾവ് ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് എൻ്റെ സൊല്യൂഷൻസ് നോക്കുക. ഓക്കെ മക്കളെ, ഫൈൻ. സോ നമുക്ക് പൊളിക്കാം ഐ ഡിയർ സ്റ്റുഡൻസ്. ഇതാ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓൺ ദ ബോർഡ്. എല്ലാവരും നോക്കുക. NEET 2013 question ആണ്. The value of Planck's constant is 6.63 into 10 power minus 34 joules second. The speed of light is 3 into 10 power 17 nanometer per second. Okay, nanometer per second ആയതുകൊണ്ടാണ് 3 into 10 power 17 എന്ന് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, അത് മീറ്റർ പെർ സെക്കൻഡ് ആക്കുകയാണെങ്കിൽ 3 into 10 power 8 മീറ്റർ പെർ സെക്കൻഡ് ആവും. ഓക്കെ, 3 into 10 power 17 നാനോമീറ്റർ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ 3 into 10 power 8 meter per second ആണ്. Which value is closest to the wavelength in nanometer of a quantum of light with frequency of 6 into 10 power 15? പോസ് അടിച്ച് ചെയ്യാൻ നോക്കുക, സ്വന്തം ചെയ്യാൻ നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. വളരെ സിമ്പിളാണ്, എല്ലാവരും നോക്കുക. നിങ്ങൾക്കറിയാം ഫ്രീക്വൻസി ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ഇസ് ഈക്വൽ ടു സ്പീഡ് അല്ലേ? ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ഇസ് ഈക്വൽ ടു സ്പീഡ്. ഇതിൽ എന്താണ് നിങ്ങൾക്ക് തന്നേക്കണത്? ഫ്രീക്വൻസിയാണ് തന്നേക്കണത്. 6 into 10 power 15 സെക്കൻഡ് റേസ് ടു -1 എന്നാണ് തന്നേക്കണത്. പിന്നെ തന്നേക്കണത് എന്താണ്? സ്പീഡ് തന്നിട്ടുണ്ട്. ഓക്കെ, സ്പീഡ് തന്നേക്കണത് നാനോമീറ്റർ പെർ സെക്കൻഡിലാണ്. നിങ്ങൾക്ക് വേവ് ലെങ്ത് കണ്ടുപിടിക്കേണ്ടത് നാനോമീറ്റർ പെർ സെക്കൻഡിലാണ്. അപ്പോൾ ബേസിക്കലി ഇത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് വേവ് ലെങ്ത് കിട്ടാൻ പോകുന്നത് എന്താണ്? വേവ് ലെങ്ത് കിട്ടാൻ പോകുന്നത് C/ഫ്രീക്വൻസിയാണ്. ഈ C ഈസ് ഓൾറെഡി ഇൻ ഇറ്റ്സ് നാനോമീറ്റർ അല്ലേ? സ്പീഡ് ഈസ് ഓൾറെഡി ഇൻ ഇറ്റ്സ് നാനോമീറ്റർ, സോ യു ഡോണ്ട് ഹാവ് ടു കൺവേർട്ട്. സോ ഇറ്റ്സ് 3 into 10 power 17 divided by 6 into 10 power 15. 6 into 10 power 15. Yes or no? Fine.
ആൻസർ വരാൻ പോകുന്നത് എന്താണ്? ആൻസർ വരാൻ പോകുന്നത് 3/6 എന്ന് പറയുമ്പോൾ 1/2 ആണ്, 0.5 ആണ്. ബാക്കിയെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 50 ആയിരിക്കും. 50 വുഡ് ബി ദി ആൻസർ. വളരെ സിമ്പിൾ, വളരെ ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. Ratio of the energy of a photon with wavelength 3000 angstrom to 6000 angstrom is. Photon എന്താണ്? എനർജി ബുള്ളറ്റ്സ് അല്ലേ? പാക്കറ്റ് ഓഫ് എനർജി. മിൽമ പാക്കറ്റ് അല്ല, പാക്കറ്റ്സ് ഓഫ് എനർജി അല്ലേ? ഒരു പാക്കറ്റ് ഓഫ് എനർജിയുടെ ഒരു ഫോട്ടോണിൻ്റെ ഒരു ക്വാണ്ടത്തിൻ്റെ എനർജി എന്താണ്? h ഇൻറ്റു മ്യൂ, അല്ലെങ്കിൽ നമുക്ക് എഴുതാം h ഇൻറ്റു c/λ. Yes or no? Or else we can say that energy is inversely proportional to wavelength. Energy is inversely proportional to wavelength. അവർ ചോദിച്ചിരിക്കുന്ന ratio of energy of a photon with wavelength 3000 angstrom to 6000 angstrom ആണ്. So basically energy of the first photon divided by energy of the second photon. Energy of the first photon divided by energy of the second photon will be equal to, because they are inversely proportional, energy wavelength inversely proportional ആയതുകൊണ്ട് E1 by E2 will be equal to λ2 by λ1. Yes or no? Because they are inversely proportional. λ2 എന്താണ് my dear students? λ2 എന്താണ് വരുന്നത്? 6000. Second wavelength is 6000. First wavelength is 3000. Second wavelength is 6000. First wavelength is 3000. So 2:1 ആണ് വരുന്നത്. C will be the answer. Got it? Perfect. Again a very easy question. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ഓക്കെ, ആൻഡ് ഇത്രയും ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പ്രശ്നം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും സാർ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ, ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നീറ്റിൽ വരുമോ? അങ്ങനെ ഒരു ചിന്താഗതി നിങ്ങൾക്ക് ഒരിക്കലും വരാൻ പാടില്ല. സത്യം പറയുകയാണെങ്കിൽ നീറ്റ് ക്വസ്റ്റ്യൻസ്, നീറ്റ് പേപ്പേഴ്സ് എടുത്തു നോക്കുകയാണെങ്കിൽ നീറ്റ് ക്വസ്റ്റ്യൻസ് എസ്പെഷ്യലി കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ചിലപ്പോൾ കുറച്ച് കാൽക്കുലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടോ കൂടിയ അത്രേ ഉള്ളൂ. പക്ഷെ എന്താ പ്രശ്നം പറ്റണമെന്ന് വെച്ചാൽ ഈ 24 ചാപ്റ്റേഴ്സ് കെമിസ്ട്രിയിലും പിന്നെ അത്രയും തന്നെ ചാപ്റ്റേഴ്സ് ഫിസിക്സിലും ബയോളജിയിലൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അത്രയും ഫോർമുലാസൊക്കെ ഓർത്തിരിക്കണമല്ലോ. പിന്നെ അതുമാത്രമല്ല എക്സാമിനേഷൻ ഹാളിൽ കയറുമ്പോൾ നിങ്ങളുടെ കൈയൊന്ന് വിറയ്ക്കും അല്ലേ, ആ ഒരു പേടി ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ആ എക്സാമിനേഷൻ ടഫ് ആവുന്നത്. അല്ലെങ്കിൽ ഇൻഡിവിജ്വലി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ആ പേപ്പർ തിരിച്ച് വീട്ടിൽ വന്ന് ചെയ്തു കഴിഞ്ഞാൽ നീറ്റ് എക്സാമിനേഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളാണ്. ഞാനത് എഴുതി ഒപ്പിട്ട് വരാം. ഓക്കെ, അപ്പോൾ ബേസിക്കലി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എസ്പെഷ്യലി ഇപ്പോൾ ഈ 2023 നീറ്റ് കൊടുക്കാനിരിക്കുന്ന എൻ്റെ മക്കൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും നിങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. കൺസിഡർ വെൻ എവർ യു ഡു ക്വസ്റ്റ്യൻസ്, എപ്പോഴൊക്കെ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലാണ് എന്ന് വിചാരിച്ച് ടൈമറൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ദ ഫോട്ടോ ഇലക്ട്രോൺ എമിഷൻ ദ എനർജി ഓഫ് ദ എമിറ്റഡ് ഇലക്ട്രോൺ ഇസ്, in the photoelectron emission the energy of the emitted electron is, options നോക്കാം, greater than the incident photon, same as that of the incident photon, smaller than the incident photon, proportional to the intensity of incident photon. നമ്മളിത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എല്ലാവരും നോക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു മെറ്റൽ പ്ലേറ്റ് എടുക്കുകയാണ്. ഓക്കെ, ഞാനിങ്ങനെ ഒരു മെറ്റൽ പ്ലേറ്റ് എടുക്കുകയാണ്. അതിലേക്ക് ഫോട്ടോൺസ് വന്ന് തറയ്ക്കുമ്പോൾ, ഫോട്ടോൺസ് വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് വിൽ ജമ്പ് ഔട്ട് അല്ലേ? ഇലക്ട്രോൺസ് പുറത്തോട്ട് വരുന്നു. ഈ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് വിളിക്കുന്നത്. ഈ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി എന്താണ്? ദ കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഇസ് എനർജി ഓഫ് ദ ഇൻസിഡന്റ് ഫോട്ടോൺ. ഈ ഇൻസിഡന്റ് ഫോട്ടോണിന്റെ എനർജി മൈനസ് വർക്ക് ഫംഗ്ഷൻ. വർക്ക് ഫംഗ്ഷന് W0 എന്ന് ഇടാം. യെസ് ഓ നോ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും എഴുതാം, h mu മൈനസ് h mu naught. h mu naught എന്താണ്? ത്രെഷോൾഡ് ഫ്രീക്വൻസി. റിമെമ്പർ, ഇത് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ മെറ്റൽ, ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റൽ അല്ലേ? ഈ വർക്ക് ഫംഗ്ഷൻ ഇസ് എ പ്രോപ്പർട്ടി ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റൽ. സോഡിയത്തിനൊരു വർക്ക് ഫംഗ്ഷൻ ഉണ്ടാവും, പൊട്ടാസ്യത്തിനൊരു വർക്ക് ഫംഗ്ഷൻ ഉണ്ടാവും അല്ലേ? യെസ് ഓ നോ? So this part over here is a constant for a given metal. Yes or no? So kinetic energy depends upon frequency of the incident radiation. Kinetic energy depends on frequency of the incident radiation. കാര്യം എന്താണ്? ഈ ഒരു പാർട്ട് ഫിക്സഡ് ആണ്.
ഈ ഒരു പാർട്ട് ഫിക്സഡ് ആണ് ഫോർ എ ഗിവൺ മെറ്റൽ. ഫോർ എക്സാമ്പിൾ സോഡിയത്തിനാണെങ്കിൽ ദിസ് വിൽ ബി ഫിക്സഡ്, പൊട്ടാസ്യത്തിലാണെങ്കിൽ ദൽ ഹാവ് അൻ അതർ വാല്യൂ. ഓക്കെ, ഫ്രീക്വൻസി കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് കൈനറ്റിക് എനർജി മാറ്റാൻ പറ്റുന്നത്. കാര്യം എന്താ, ഹെച്ചും കോൺസ്റ്റന്റ് ആണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യനിൽ. വിച്ച് among the following statements is correct? The energy of the emitted electron, energy of the emitted electron എന്ന് ഉദ്ദേശിക്കുന്നത് കൈനറ്റിക് എനർജിയാണ്. Is it greater than the incident photon? Is it greater than the incident photon? ഇൻസിഡന്റ് ഫോട്ടോന്റെ എനർജി എന്താണ്? ഇൻസിഡന്റ് ഫോട്ടോന്റെ എനർജി h mu ആണ്. Kinetic energy of the photo electron is h mu minus some value. h mu minus the work function. For example, ഇത് 50 ആണ്, ഇത് 50 ആണ് എന്ന് വിചാരിക്കുക, ഇത് 30 ആണ് എന്ന് വിചാരിക്കുക. Kinetic energy will be 50 minus 30, 20. So basically kinetic energy is lesser than the energy of the incident photon. Obviously common sense ആണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, എന്നാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. So basically it is smaller than the incident photon. The kinetic energy of the photoelectron is smaller than the incident photon. As simple as that. Let's move on to the next question. Calculate the number of photons of light, wavelength is equal to 2000 angstrom, required to dissociate 1 mole of chlorine, Cl2 into chlorine atoms, if the bond energy of Cl-Cl bond is 1.2 kilojoules per mole. എല്ലാവരും നോക്കുക. ഫസ്റ്റ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ, ഇത്രയും വലിയ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഓടി ഒളിക്കരുത്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ അയ്യോ ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല, എന്നെ കൊണ്ട് പറ്റാത്തൊരു ക്വസ്റ്റ്യനാണ്, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. എക്സാമിനേഷൻ നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഓക്കെ ഫൈൻ, നിങ്ങൾക്ക് ലേറ്റർ ഓൺ വന്ന് ഹാൻഡിൽ ചെയ്യാം. പക്ഷേ സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ നിങ്ങൾ പേടിച്ച് ഓടി ഒളിക്കരുത്. ട്രൈ ടു വിഷ്വലൈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. എന്താണ്, ഒന്ന് കണ്ണടച്ച് നോക്കുക, എന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ക്ലോറിൻ മോളിക്യൂൾ എടുക്കുമ്പോൾ ബേസിക്കലി അവർ ഉദ്ദേശിക്കുന്നത് ഈ ക്ലോറിൻ മോളിക്യൂളിൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട്, സപ്പോസ് ഞാനൊരു ഫോട്ടോൺ സെൻഡ് ചെയ്തു. ഈ ഫോട്ടോൺ സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ക്ലോറിൻ മോളിക്യൂളിൻ്റെ ബോണ്ട് ബ്രേക്ക് ആവും. ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ എനർജിയാണ്. യു സപ്ലൈ എനർജി, ദ ബോണ്ട് വിൽ ബ്രേക്ക്. യു സപ്ലൈ എനർജി, ദ ബോണ്ട് വിൽ ബ്രേക്ക്. യെസ് ഓർ നോ? ബോണ്ട് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഞാൻ എനർജി സെൻഡ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ബേസിക്കലി ഇൻ ദ ഫോം ഓഫ് എ ഫോട്ടോൺ. ഒരു ഫോട്ടോൺ സെൻഡ് ചെയ്യുന്നു, ആ ക്ലോറിൻ മോളിക്യൂൾ ബ്രേക്ക് ആവുന്നു. ഇവർ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഓഫ് ലൈറ്റ്, വേവ് ലെങ്ത് ഇസ് ഈക്വൽ ടു 2000 ആംഗ്സ്ട്രോം, റിക്വയർഡ് ടു ഡിസോസിയേറ്റ് 1 mole of chlorine molecule into chlorine atoms if the bond energy of chlorine bond is 1.2. എല്ലാവരും നോക്കുക, നമ്മളിപ്പോൾ ഡിഫറെൻറ്റ്, ഇപ്പോൾ ഇങ്ങനൊരു ക്ലോറിൻ മോളിക്യൂൾ എടുത്തു, ഇങ്ങനൊരു ക്ലോറിൻ മോളിക്യൂൾ എടുത്തു, ഓക്കെ, ഇങ്ങനൊരു Cl2 മോളിക്യൂൾ എടുത്തു. ഇതെല്ലാം ബ്രേക്ക് ചെയ്യാനായിട്ട് ഓരോ ഫോട്ടോൺ വെച്ച് വേണം എന്ന് വിചാരിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 3 ക്ലോറിൻ മോളിക്യൂളിൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് 3 ഫോട്ടോൺ, 4 ക്ലോറിൻ മോളിക്യൂളിൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് 4 ഫോട്ടോൺ, 5 ക്ലോറിൻ മോളിക്യൂളിൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് 5 ഫോട്ടോൺ, ഇങ്ങനെ വേണം എന്ന് വിചാരിക്കുക. ടോട്ടലി മൈ ഡിയർ സ്റ്റുഡൻസ്, അവർ പറഞ്ഞിട്ടുണ്ട് ഒരു മോൾ ക്ലോറിൻ മോളിക്യൂൾ, ഒരു മോൾ, അതായത് അവോഗാഡ്രോ നമ്പർ ഓഫ് ക്ലോറിൻ മോളിക്യൂൾസിന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള എനർജി എന്ന് പറയുന്നത് 1.2 kilojoules per mole ആണ്. അതായത് ടോട്ടലായിട്ട് നമുക്ക് വേണ്ട എനർജി 1.2 into 10⁻³ ജൂൾസ് ആണ്. ഇതാണ് നമുക്ക് ടോട്ടലായിട്ട് വേണ്ട എനർജി. എന്തിന്? അവോഗാഡ്രോ നമ്പർ ഓഫ് ക്ലോറിൻ മോളിക്യൂൾസിന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട്. ഓരോ ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് ഓരോ ഫോട്ടോൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓരോ ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് ഓരോ ഫോട്ടോണിന്റെ എനർജി എന്താണ്? h into c by lambda. ഓരോ ഫോട്ടോണിന്റെ എനർജി എന്താണ്? h into c by lambda. അപ്പൊ 2 ഫോട്ടോണിന്റെ എനർജി എന്താണ്? 2 into hc by lambda. 3 ഫോട്ടോണിന്റെ എനർജി എന്താണ്? 3 into hc by lambda. അവർ ചോദിച്ചിരിക്കുന്നത് നമുക്ക് എത്ര ഫോട്ടോൺസ് വേണം എന്നാണ്. അപ്പൊ എത്ര ഫോട്ടോൺസ് ഉണ്ടായാലാണ് ഇത്രയും എനർജി കിട്ടുക? എത്ര ഫോട്ടോൺസ് ഉണ്ടായാലാണ് ഇത്രയും എനർജി കിട്ടുക? കാര്യം ഇത്രയും എനർജി ഉണ്ടെങ്കിലേ നമുക്ക് 1 mole ഓഫ് ക്ലോറിൻ മോളിക്യൂൾസിനെ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എത്ര ഫോട്ടോൺസ് വേണം മൈ ഡിയർ സ്റ്റുഡൻസ്? വളരെ സിമ്പിൾ അല്ലേ? 1.2 into 10⁻³ 1.2 into 10⁻³ എല്ലാവരും നോക്കുക. This 1.2 into 10⁻³ should be equal to 1.2 into 10⁻³, 1.2 into 10⁻³. എന്തുകൊണ്ടാണ് 10⁻³ എടുത്തത്? 1.2 kilojoules per mole ആണ്. So 1.2 into 10⁻³ will be equal to n into hc
by lambda. N into hc by lambda. Yes or no? H ന്റെ വാല്യൂ നിങ്ങൾക്കറിയാം, സിയുടെ വാല്യൂ അറിയാം. ലാംഡയുടെ വാല്യൂ എടുക്കുമ്പോൾ ഇവിടെ 2000 ആങ്സ്ട്രോം ആണ് കൊടുത്തിരിക്കുന്നത്. പ്ലീസ് കൺവേർട്ട് ദാറ്റ് ഇൻ ടു മീറ്റർ. കാര്യം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ജൂൾസ് ആണ്. യൂണിറ്റ്സ് നോക്കുക. ഓക്കെ ഫൈൻ. അപ്പോൾ ലാംഡ വിൽ ബി ഈക്വൽ ടു 2000 into 10 power minus 10. Lambda will be equal to 2000 into 10 power minus 10. C യുടെ വാല്യൂ അറിയാം 3 into 10 power 8 meter per second. H ന്റെ വാല്യൂ അറിയാം 6.63 into 10 power minus 34. ഇതിൽ നിന്ന് റീഅറേഞ്ച് ചെയ്ത് n ന്റെ വാല്യൂ കിട്ടും. ബേസിക്കലി n ന്റെ വാല്യൂ വരാൻ പോകുന്നത് 1.21 into 10 power 21 ആണ്. 1.21 into 10 power 21 ആണ്. Is that clear? Fine. Okay, let's move on to the next question. According to Bohr's theory, which of the following correctly represents the variation of energy and radius of an electron in nth orbit of hydrogen atom? Variation of energy and radius of an electron in nth orbit of hydrogen atom. വളരെ സിമ്പിൾ ആണ്, ഇത് അധികം പറയാനില്ല മൈ ഡിയർ സ്റ്റുഡൻസ്. എനർജി എന്ന് പറയുന്നതിൻ്റെ ഫോർമുല എന്താണ്? -13.6. എനർജി ഓഫ് an orbit according to Bohr's model of atom. Energy of an orbit according to Bohr's model of atom is -13.6 z square by n square ആണ്. EV എടുക്കുകയാണെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ ബേസിക്കലി ജൂൾസ് എടുക്കുകയാണെങ്കിലോ EV per atom, അല്ലെങ്കിൽ ജൂൾസ് എടുക്കുകയാണെങ്കിലോ -2.18 into 10 power minus 18 z square by n square joules per atom. അതായത് ഒരാറ്റത്തിലെ ബേസിക്കലി സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസ് ആയിരിക്കും കേട്ടോ. ബോർസ് മോഡലിൽ എപ്പോഴും വാലിഡ് ആവുന്നത് സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസ് ആണ്. അത് ക്വസ്റ്റനിൽ പറയണമെന്നില്ല, പക്ഷെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഒന്ന് ഓർമ്മിപ്പിക്കാം. ഒരാറ്റത്തിലെ nth ഓർബിറ്റിന്റെ എനർജി എന്ന് പറയുന്നത് -13.6 z square by n square EV per atom ആണ്, അല്ലെങ്കിൽ -2.18 into 10 power minus 18 z square by n square joules per atom ആണ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് തന്നെ ചിലപ്പോൾ അവന്മാർ കിലോ ജൂൾസ് പെർ മോൾ ചോദിക്കും. ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് -1312 z square by n square കിലോ ജൂൾസ് പെർ മോൾ. ഓക്കെ, ഈ ഒരു വാല്യൂം കൂടി പഠിച്ചു വെച്ചോളൂ കേട്ടോ മക്കളെ, അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു മോൾ ഓഫ് ആറ്റം എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു മോൾ ഓഫ് ഹൈഡ്രജൻ ആറ്റം എടുത്തു, അല്ലെങ്കിൽ ഒരു മോൾ ഓഫ് He+ അയോൺ എടുത്തു, അല്ലെങ്കിൽ ഒരു മോൾ ഓഫ് Li2+ അയോൺ എടുത്തു കഴിഞ്ഞാൽ ആ 1 മോൾ ഓഫ് സ്പീഷീസിൻ്റെ, ആ 1 മോൾ ഓഫ് ആറ്റം, ഇപ്പോൾ 1 മോൾ ഓഫ് ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ ആ 1 മോൾ ഓഫ് ആറ്റത്തിൻ്റെ nth ഓർബിറ്റിൻ്റെ എനർജിയാണ് -1312 z square by n square കിലോ ജൂൾസ് പെർ മോൾ. ചില ക്വസ്റ്റ്യൻസിൽ അവർ കിലോ ജൂൾസ് പെർ മോൾ എന്ന് ചോദിക്കും. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. ഒന്നുമില്ല മൈ ഡിയർ സ്റ്റുഡൻസ്. ബേസിക്കലി ഈ ജൂൾസ് പെർ ആറ്റം ഇല്ലേ, ഈ ജൂൾസ് പെർ ആറ്റം എന്നുള്ളത് ഞാൻ അവോഗാഡ്രോ നമ്പർ, ഈ വാല്യൂവിനെ ഞാൻ അവോഗാഡ്രോ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ബേസിക്കലി 1 മോളിൻ്റെ എനർജി കിട്ടി, എന്നിട്ട് അത് കിലോ ജൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ബേസിക്കലി നിങ്ങൾ ഈ വാല്യൂ മനസ്സിൽ വെക്കുക, അല്ലെങ്കിൽ നിങ്ങളെ എക്സാമിനേഷൻ ഹാളിൽ ചിലപ്പോൾ ഇത് മൾട്ടിപ്ലൈഡ് ബൈ അവോഗാഡ്രോ നമ്പർ ചെയ്യേണ്ടി വരും. ആ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ ഈ വാല്യൂസ് തന്നിട്ടുള്ളത്. സോ ബേസിക്കലി നമുക്ക് ക്വസ്റ്റനിലേക്ക് കിടക്കാം. ക്വസ്റ്റനിൽ പറഞ്ഞേക്കണം എന്താണ്, നമുക്ക് വേരിയേഷൻ അറിഞ്ഞാൽ മതി. സോ വി നോ ദാറ്റ് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു n square. എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു n square. പിന്നെ എന്താണ് റേഡിയസിന്റെ ഫോർമുല എന്താണ്? റേഡിയസിന്റെ ഫോർമുല 0.529 into n square by z angstrom. 0.529 into n square by z angstrom. അതായത് റേഡിയസ് is directly proportional to n square. Energy is inversely proportional to n square. Yes or no? Radius is directly proportional to n square. Energy is inversely proportional to n square. So basically ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? This would be the answer. Got it? ഈ ബോർസ് മോഡലിലെ ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്യണം.
ഒബ്വിയസ്ലി ഓർത്തിരിക്കണം. പക്ഷെ അതേപോലെ തന്നെ ഡെറിവേഷനും കൂടി ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ. ആ ഡെറിവേഷനും കൂടി ഒന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും തന്നെ ഒരു മനസമാധാനം ഉണ്ടാവും. ഞാൻ ഈ പഠിക്കുന്ന കാണാപ്പാഠം മാത്രമല്ല, ഇതിനൊക്കെ എന്തോ അർത്ഥമുണ്ടെന്നുള്ളത് ആ ഡെറിവേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഞാൻ ഓൾറെഡി ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദയവ് ചെയ്ത് അത് നോക്കുക. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ റേഡിയസ് റേഷ്യോ ഓഫ് സെക്കൻഡ് ഓർബിറ്റ് ഓഫ് He plus ion and third orbit of Be3 plus ion. Second orbit of He plus ion and third orbit of Be3 plus ion. എല്ലാവരും നോക്കുക. നമുക്കറിയാം റേഡിയസ് എന്ന് പറഞ്ഞാൽ റേഡിയസിന്റെ വാല്യൂ എന്താണ്? 0.529 ഇൻറ്റു n സ്ക്വയർ ബൈ z. അപ്പൊ ബേസിക്കലി ഫസ്റ്റ് സ്പീഷീസിന്റെ റേഡിയസ് ഞാൻ ഇങ്ങനെ ഇടാം, R1 എന്ന് ഉദ്ദേശിക്കുന്നത് He പ്ലസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 0.529 R1 എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് He പ്ലസിനെയാണ് ഞാൻ സിംബലൈസ് ചെയ്യുന്നത്. 0.529 ഇൻറ്റു n1 സ്ക്വയർ ബൈ z1. ഓക്കെ, R2 എന്താണ്? 0.529 ആങ്സ്ട്രോം ആണ് കേട്ടോ യൂണിറ്റ് വരുന്നത്. 0.529 n2 സ്ക്വയർ ബൈ z2. അവർക്ക് എന്താണ്? കാൽക്കുലേറ്റ് ദ റേഡിയസ് റേഷ്യോ. ഈ R1 ബൈ R2 ആണ് അവർക്ക് വേണ്ടത്. R1 ബൈ R2 ആണ്. സോ R1 ബൈ R2 എന്താണ്? ദിസ് വാല്യൂ ഡിവൈഡഡ് ബൈ ദിസ് വാല്യൂ. സോ ബേസിക്കലി എന്താണ് വരാൻ പോകുന്നത്? n1 സ്ക്വയർ ഇൻറ്റു z2 divided by n2 square into z1. n1 square into z2 by n2 square into z1. അല്ലേ? ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 0.529 രണ്ടിൽ നിന്നും ക്യാൻസൽ ആയി പോകും. യെസ് ഓർ നോ? n1 square by n2 square into z2 by z1. സോ n1 square എന്താണ്? സെക്കൻഡ് ഓർബിറ്റ് ഓഫ് He പ്ലസ് ആണ്. സെക്കൻഡ് ഓർബിറ്റ് ഓഫ് He പ്ലസ്. സോ n1 is equal to 2 square divided by n2 square എന്താണ്? തേർഡ് ഓർബിറ്റ് ഓഫ് BE ആണ്. തേർഡ് ഓർബിറ്റ്. സോ 3 സ്ക്വയർ ഇൻറ്റു z2 എന്ന് പറഞ്ഞാൽ ബെറീലിയം ആണ്. ബെറീലിയത്തിന്റെ അറ്റോമിക് നമ്പർ ആണ്. ബെറീലിയം 2 എന്ന് പറഞ്ഞാൽ ബെറീലിയം, Be3 പ്ലസ് ആണ്. സോ ബെറീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്താണ്? 4. z1 എന്താണ്? He. സോ ഇവിടെ 2. സോ ബേസിക്കലി ആൻസർ വരാൻ പോകുന്നത് എന്താണ്? 4 into 4 16, 8/9 അല്ലേ? 8/9 ആയിരിക്കും ആൻസർ. യെസ് ഓർ നോ? ഫൈൻ. A will be the answer. ക്ലിയർ? വളരെ സിമ്പിൾ ആണ്. ഇഫ് യു നോ ദ ഫോർമുല ഇസ് ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ദ ഫോർമുല. അല്ലാണ്ട് ഇത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല ഇത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ തന്നെ വിചാരിച്ചിട്ടുണ്ടാകും സാറേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എല്ലാവരും നോക്കുക. If the velocity of an electron in first orbit of hydrogen atom is v, what will be the velocity v2 of electron in third orbit of Li2+? Again, അടുത്തതും ഒരു formula based question ആണ്. Again a formula based question. വെലോസിറ്റിയുടെ ഫോർമുല എന്താണ്? വെലോസിറ്റിയുടെ ഫോർമുല വരുന്നത് 2.18 into 10 power 6 into z by n. So basically നമുക്കറിയാം velocity is proportional to atomic number, inversely proportional to n. മീറ്റർ പെർ സെക്കൻഡ് ആണ് യൂണിറ്റ് വരുന്നത്. ഓക്കെ, ഇവിടെ പറഞ്ഞേക്കുന്ന വെലോസിറ്റി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. സോ ബേസിക്കലി v എന്ന് പറഞ്ഞാൽ 2.18 into 10 power 6 ആണ്. കാര്യം എന്താണ്? z1 ആണ്, n1 ആണ്. ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. യെസ് ഓർ നോ? What will be the velocity v2 of electron in third orbit of Li2+? So v2 എന്താണ്? v2 will be equal to 2.18 into 10 power 6 into z. Li2+ എന്ന് വെച്ചാൽ z എത്രയാണ്? z എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. ലിത്തിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 3 ആണ് അല്ലേ? ലിത്തിയത്തിന്റെ അറ്റോമിക് നമ്പർ is equal to 3. So 3 divided by third orbital, n value 3 ആണ്. So basically 3/3 that is equal to 2.18 into 10 power 6. So basically v യും v2 ഉം സെയിം ആണ്. v2 is equal to v. v2 is equal to v, my dear students. So basically the answer will be this one. Got it? Direct application of formula. അല്ലേ? ഷടപടേ എന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
The radius of the first orbit of hydrogen atom is 0.52 into 10 power minus 8 centimeter. നിങ്ങൾ പേടിക്കേണ്ട സാർ, ഇത് ഇങ്ങനെ ഒരു വാല്യൂ നമ്മൾ കേട്ടിട്ടില്ലല്ലോ. ഒന്നുമില്ല, നിങ്ങൾക്കറിയാം 0.529 ഇൻറ്റു 10 പവർ മൈനസ് 10 മീറ്റർ ആണ്. 10 പവർ മൈനസ് 10 മീറ്റർ ആണെങ്കിൽ 10 പവർ മൈനസ് 8 സെൻറ്റിമീറ്റർ ആയിരിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. The radius of the first orbit of helium atom is. The radius of the first orbit of helium atom is. എല്ലാവരും നോക്കുക, അഗെയിൻ സിമ്പിൾ ഫോർമുലയാണ്. R is equal to 0.52 into 10 power minus 8. ഈ വാല്യൂ തന്നെ എടുക്കാം, കാര്യം അവർ ആൻസേഴ്സ് സെന്റിമീറ്റേഴ്സിലാണ് ചോദിച്ചിരിക്കുന്നത്. റേഡിയസ് ഓഫ് ദ ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹീലിയം ആണ്. സോ ബേസിക്കലി നമുക്കറിയാം that is equal to, radius is equal to 0.52 into 10 power minus 8 n square by z. n എന്താണ് വരുന്നത്? 1 square by ഹീലിയം ആണ്. ഹീലിയം ആറ്റം അല്ല കേട്ടോ. ആക്ച്വലി ഇവിടെ ഒരു തെറ്റുണ്ട്. ഹീലിയം ആറ്റത്തിൽ ഈ ഫോർമുലാസ് വർക്ക് ചെയ്യില്ല. ബേസിക്കലി HE പ്ലസ് അയോണിലെ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്യാം. ഇറ്റ്സ് ആക്ച്വലി HE പ്ലസ് അയോൺ. ഓക്കെ, ഹീലിയം അയോൺ ആണ് ഇവിടെ വരിക. Got it? ഹീലിയം അയോൺ ആണ് ഇവിടെ വരേണ്ടത്. HE പ്ലസ് അയോൺ ആണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, HE പ്ലസ് അയോൺ ആണ് ഇവിടെ വരേണ്ടത്. അത് നിങ്ങൾ മറക്കരുത്. ഓക്കെ, കാര്യം ഹീലിയം ആറ്റത്തിൽ ഇത് വർക്ക് ചെയ്യില്ല. സോ ബേസിക്കലി 0.529 ഇൻറ്റു 10 പവർ മൈനസ് 8, 0.529 ഇൻറ്റു 10 പവർ മൈനസ് 8, 1 സ്ക്വയർ n സ്ക്വയർ ബൈ z. Z എന്ന് പറഞ്ഞാൽ 2 ആണ് ഇവിടെ വരിക. Got it? ആൻസർ വരാൻ പോകുന്നത് എന്താണ്? 0.52 ഡിവൈഡഡ് ബൈ 2, 0.26 ഇൻറ്റു 10 പവർ മൈനസ് 8 സെൻറ്റിമീറ്റർ ആണ്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് എൻ ഇലക്ട്രോൺ പ്ലേസ്ഡ് ഇൻ ദ സെക്കൻഡ് ഓർബിറ്റ് ഓഫ് Li2 പ്ലസ് അയോൺ. ഞാൻ അധികം പറയാൻ നിൽക്കുന്നില്ല, അധികം വളച്ചു നീട്ടില്ലാതെ കാര്യത്തിലേക്ക് കിടക്കാം. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 2.18 ഇൻറ്റു 10 പവർ 6 ഇൻറ്റു Z ബൈ N ആണ്. Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിത്യത്തിൻ്റെ Z വാല്യൂ എത്രയാണ്? 3 ആണ് അല്ലേ? അപ്പോൾ ഇൻറ്റു 3 ബൈ N ആണ്. സെക്കൻഡ് ഓർബിറ്റ് ആണ്. സോ ഇൻറ്റു 3 ബൈ 2. യെസ് ഓ നോ? ഫൈൻ. ആൻസർ വരാൻ പോകുന്നത് 3 പോയിന്റ് സംതിങ് ആയിരിക്കും. 3.27 into 10 power 6. ഓക്കെ, 3.27 into 10 power 6. ഇതൊക്കെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഫോർമുലയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എപ്പോഴാണ് നിങ്ങൾക്ക് പണി തരാൻ പോകണമെന്ന് അറിയോ? ഈ ഫോർമുലാസ് ഒക്കെ ഓർത്തിരിക്കണം. ഇത്രയും ബയോളജിയും ഇത്രയും ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചു കഴിഞ്ഞിട്ട് എക്സാമിൽ ഇരിക്കുമ്പോൾ ഈ ഫോർമുലാസ് മനസ്സിൽ വരണം. അവിടെയാണ് ചാലഞ്ച് ഉള്ളത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്. What is the difference in energy between second and third orbit of He plus ion? What is the difference in energy between second and third orbit of He plus ion? ഇലക്ട്രോൺ വോൾട്ടിലാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. എനർജിയുടെ ഫോർമുല എന്താണ്? എനർജിയുടെ ഫോർമുല ഇലക്ട്രോൺ വോൾട്ടിൽ -13.6 Z സ്ക്വയർ ബൈ N സ്ക്വയർ അല്ലേ? അപ്പോൾ എനർജി ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ E3 മൈനസ് E2 വിൽ ബി വാട്ട്? -13.6 ഇൻറ്റു Z സ്ക്വയർ ബൈ 3 സ്ക്വയർ -13.6 Z സ്ക്വയർ ബൈ 2 സ്ക്വയർ. ഓക്കെ, ബേസിക്കലി ഈ ഫോർമുല നിങ്ങൾക്ക് അറിയാം. 13.6 പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ 13.6 Z സ്ക്വയർ ഇൻറ്റു 1/2 സ്ക്വയർ മൈനസ് 1/3 സ്ക്വയർ വരും. ബേസിക്കലി ഡയറക്ട്ലി നിങ്ങൾക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം മൈ ഡിയർ സ്റ്റുഡൻസ്. എനർജി ഡിഫറൻസിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13.6 Z സ്ക്വയർ ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ ആണ്. ഓക്കെ, n1 ഇസ് ഓൾവേസ് എ ലോവർ ഓർബിറ്റ്, n2 ഇസ് ദ ഹയർ ഓർബിറ്റ്. അത് തന്നെയാണ് ഇവിടെ വരുന്നത്. സോ 1/2 സ്ക്വയർ ഇസ് 1/4 മൈനസ് 1/9. ദാറ്റ് ഇസ് ബേസിക്കലി 5/9 വരും അവിടെ. യെസ് ഓ നോ? ഫൈൻ. Z വാല്യൂ എന്താണ്? He പ്ലസ് ആണ് വരുന്നത്. മൈ ഡിയർ സ്റ്റുഡൻസ്. ഫൈൻ. സോ 13.6 സെക്കൻഡ് ആൻഡ് തേർഡ് ഓർബിറ്റ് ഓഫ് He പ്ലസ് അയോൺ അല്ലേ? 13.6 ഇൻറ്റു Z
Z value will be 2, so that is equal to 4 into 5 by 9 alla, 5 by 36. 5 by 36 varum. 5 by 36 basically 4 vechi cancel cheyumbo 5 by 9 varum. Alle? So 13.6 into 5 by 9. 13.6 nu parayumbo 65 by 9, almost close to 7. 7 ന്റെ അടുത്ത് വാല്യൂ വരും അല്ലേ? 13.6 into 5. ഇപ്പോൾ 13 into 5 എത്രയാണ്? 65. 65 by 9 is close to 7. അപ്പോൾ ആ ഒരു റേഞ്ചിൽ വരും എന്ന് മനസ്സിൽ വയ്ക്കുക. ഓക്കെ, സോ 7.55 will be the answer. 7.55 will be the answer. Got it? Let's move on to the next. The ionization energy of hydrogen atom is 13.6 electron volt. What will be the ionization energy of He plus and Li2 plus? ഈ ionization എനർജിയുടെ ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ionization എനർജി? ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസ് എടുക്കുകയാണ്. സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസിന്റെ ionization എനർജി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. Basically the energy that should be supplied so that you can remove this electron. അതായത് ആ ഫസ്റ്റ് ഓർബിറ്റിൽ നിന്ന് ഇഷ്ടംപോലെ ഓർബിറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇഷ്ടംപോലെ ഓർബിറ്റ് ഉണ്ട്. ആ ഫസ്റ്റ് ഓർബിറ്റിൽ നിന്ന് അതിനെ പറിച്ചു കളയാനുള്ള എനർജിയാണ് അയണൈസേഷൻ എനർജി. കാര്യം സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസിന് ആകെ ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. സോ അയണൈസേഷൻ എനർജി ഇസ് എനർജി റിക്വയർഡ് ടു റിമൂവ് ദി ഇലക്ട്രോൺ ഫ്രം ദാറ്റ് ഓർബിറ്റ്. ആകെ ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. സോ ബേസിക്കലി ഫസ്റ്റ് ഓർബിറ്റിലായിരിക്കും. അയണൈസേഷൻ എനർജി എന്തായിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്? Don't you think that ionization energy will be equal to E infinity minus E1? അല്ല, E infinity minus E1. അതായത് basically that is nothing but 13.6 Z square into 1 by N1 square minus 1 by infinity. Yes or no? N1 എന്താണ്? N1 എന്തായിരിക്കും ഇവിടെ? 1 ആയിരിക്കും. N1 എന്താണ്? 1 ആയിരിക്കും. കാര്യം ഫസ്റ്റ് ഓർബിറ്റിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് ദൂരെ വലിച്ചെറിയാനുള്ള എനർജിയാണ് അവർ ചോദിക്കുന്നത്. സോ ബേസിക്കലി ദിസ് ഇസ് അയണൈസേഷൻ എനർജി ഓഫ് എനി സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസ്. Ionization energy of any single electron species, that is equal to 13.6 Z square. So basically നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സിമ്പിൾ ഫോർമുല, ionization energy of single electron species. Ionization energy of single electron species is always 13.6 into Z square. ഇനി നിങ്ങൾ നോക്കുക, what will be the ionization energy of He plus? He plus എന്ന് വെച്ചാൽ 13.6 into 2 square ആയിരിക്കും. സോ ബേസിക്കലി 4 into 13.6. 4 into 13.6 എന്ന് പറയുമ്പോൾ 54.4 ആയിരിക്കും. ലിത്യത്തിൻ്റെ എന്തായിരിക്കും? Z value will be equal to 3. So 13.6 into 9. 13.6 into 9 എന്ന് പറയുമ്പോൾ 122.4 ആയിരിക്കും. So basically the answer to this question is this. ഈ ഒരു ഫോർമുല നിങ്ങൾ മനസ്സിൽ വെക്കുക. ഓക്കെ, അയണൈസേഷൻ എനർജി is energy required to remove an electron from its വാലൻസ് ഷെൽ എന്നാണ് പറയുക, അല്ലെ വാലൻസ് ഓർബിറ്റൽ എന്നാണ് പറയുക. പക്ഷേ സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസിനാകെ ഒറ്റ ഓർബിറ്റേ ഉള്ളൂ, ഒറ്റ ഇലക്ട്രോണും ഒറ്റ ഓർബിറ്റേ ഉള്ളൂ. സോ ബേസിക്കലി അതിൻ്റെ വാലൻസ് ഓർബിറ്റ് അല്ലെങ്കിൽ നമ്മൾ ഓർബിറ്റൽ കോൺസെപ്റ്റ് എന്ന് ഇവിടെ പറയില്ല. ഓക്കെ, നമ്മൾ ബോർസ് മോഡലാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ വാലൻസ് ഷെൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഷെല്ലാണ്. ആ ഒരൊറ്റ ഷെല്ലാണ് ആ ഇലക്ട്രോൺ ഇരിക്കുന്നത്. ആ ഇലക്ട്രോണെ ആ ഷെല്ലിൽ നിന്ന് അല്ലെങ്കിൽ ആ ഓർബിറ്റിൽ നിന്ന് എടുത്തു കളയാനുള്ള എനർജി. ഓക്കെ, next, the Bohr orbit radius for the hydrogen atom n is equal to 1 is approximately 0.53 angstrom. അതായത് 0.529 എടുക്കുന്നതിലും നല്ലത് 0.53 എടുക്കാനാണ് ഇവർ പറയുന്നത്. The radius for the first excited state n equal to 2 orbitals. So basically നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ ഡിഫറെൻറ്റ് ഓർബിറ്റ്സ് എടുക്കുകയാണ്. n is equal to 1, n is equal to 2, n is equal to 3, n is equal to 4, n is equal to 5. ഒരു സിംഗിൾ ഇലക്ട്രോൺ സ്പീഷി n is equal to 1 ഇരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ദി ആക്ച്വൽ സ്റ്റേറ്റ്. നേരെ മറിച്ച് ഈ ഇലക്ട്രോൺ നേരെ n equal to 2 പോവുകയാണെങ്കിൽ n equal to 2 ആണ് അതിൻ്റെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. n is equal to 3 ആണ് അതിൻ്റെ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. n is equal to 4 ആണ് അതിൻ്റെ തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. And it goes on like that. ഓക്കെ, മനസ്സിലായോ?
Got it? അവർ ചോദിച്ചിരിക്കുന്നത് the radius for the first excited state. ഇപ്പോൾ ബ്രാക്കറ്റിൽ തന്നെ അവർ തന്നിട്ടുണ്ട് n equal to 2 എന്ന്. ബേസിക്കലി അവർ സ്പൂൺ ഫീഡ് ചെയ്ത് തരാണ്. ആൻഡ് റേഡിയസ് ഫോർ ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്തായിരിക്കും? എല്ലാവരും നോക്കുക. റേഡിയസ് ഇസ് ഈക്വൽ ടു 0.53. ഇവിടെ 0.53 ഉപയോഗിക്കാനാണ് പറഞ്ഞേക്കണത്. n സ്ക്വയർ ബൈ z. n is equal to 2. So 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ z വാല്യൂ. z വാല്യൂ എന്താണ്? ഹൈഡ്രജൻ അല്ലേ പറഞ്ഞേക്കണം. z വാല്യൂ വിൽ ബി ഈക്വൽ ടു 1. സോ ബേസിക്കലി 0.53 into 4. Yes or no? 2.12 വരും ആൻസർ. 2.12 ആയിരിക്കും അതിൻ്റെ ആൻസർ. Again a very very simple question. Let's move on to the next one. The energy of second Bohr orbit of the hydrogen atom is minus 328 kilojoules per mole. Hence the energy of the fourth Bohr orbit would be. നോക്കുക, എല്ലാവരും നോക്കൂ. ഇത് കണ്ടോ? 328 kilojoules per mole. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു യൂണിറ്റ് -1. എല്ലാവർക്കും അറിയാലോ. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു മൈ ഡിയർ സ്റ്റുഡൻസ്, ഇവിടെ യൂണിറ്റ് കിലോ ജൂൾസ് പെർ മോളിലാണ്. അപ്പോൾ ബേസിക്കലി എനർജിയുടെ ഫോർമുല എന്താണ്? -1312 z² ബൈ n² കിലോ ജൂൾസ് മോൾ റേസ് ടു -1. യെസ് ഓ നോ? അവർ ബേസിക്കലി തന്നക്കണ എനർജി ഓഫ് സെക്കൻഡ് ബോർ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇസ് -328 കിലോ ജൂൾസ് പെർ മോൾ എന്നാണ്. അത് ബേസിക്കലി എങ്ങനെയാണ് കിട്ടിയത്? -1312 ഇൻറ്റു z² ബൈ എന്നിന് പകരം 2 ഇട്ടു. ഓക്കെ, 2 സ്ക്വയർ ഇട്ടു. സോ ബേസിക്കലി -1312 ഡിവൈഡഡ് ബൈ 4 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു -328. ഗോട്ട് ഇറ്റ്? ബേസിക്കലി അവർ ചോദിക്കണ എനർജി ഓഫ് ദ ഫോർത്ത് ഓർബിറ്റ് ആണ്. എനർജി ഓഫ് ദ ഫോർത്ത് ഓർബിറ്റ് ആണെങ്കിൽ -1312 ഇൻറ്റു z² ഡിവൈഡഡ് ബൈ ഫോർത്ത് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ വരും. സോ -1312 ഡിവൈഡഡ് ബൈ 16. -1312 ഡിവൈഡഡ് ബൈ 16 വരും മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, സോ ആൻസർ വരാൻ പോകുന്നത് -82 ആണ്. -82 കിലോ ജൂൾസ് പെർ മോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വാല്യൂ ഒന്ന് മനസ്സിൽ വെക്കുക. ഇറ്റ് വിൽ ബി വെരി 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 യൂസ്ഫുൾ എന്ന്. ഓക്കെ, let's move on to the next question. The energy of an electron in second Bohr orbit of hydrogen atom. Energy of an electron in second Bohr orbit of hydrogen atom. Basically, അധികമൊന്നും ഇല്ല മൈ ഡിയർ സ്റ്റുഡൻസ്. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ. ഇ വിയിലാണെങ്കിൽ നിങ്ങൾക്കറിയാം ഒബ്വിയസ്ലി ഈ വാല്യൂ വരാൻ സാധ്യതയില്ല. ഇ വിയിലാണെങ്കിൽ എനർജിയുടെ ഫോർമുല എന്താണ്? ഇ വിയിലാണെങ്കിൽ -13.6 z² ബൈ n² ആണ് അല്ലേ? സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു -13.6. ഹൈഡ്രജൻ ആയതുകൊണ്ട് z വാല്യൂ 1 ആയിരിക്കും. എന്നിന്റെ വാല്യൂ എന്താണ്? സെക്കൻഡ് അല്ലേ? n/4 ആണ്. ഒബ്വിയസ്ലി ഈ വാല്യൂ വരാൻ സാധ്യതയില്ല. പിന്നെ ഉള്ളത് ജൂൾസിലാണ്. ജൂൾസിലാണെങ്കിലുള്ള ഫോർമുല എന്താണ്? -2.18 ഇൻറ്റു 10⁻⁻18 z² ബൈ n² z² ബൈ n² അല്ലേ? ഫൈൻ. ഇവിടെ നമ്മൾ -2.18 ഇൻറ്റു 10⁻⁻18 സെക്കൻഡ് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ n വാല്യൂ വിൽ ബി ഈക്വൽ ടു 2. സോ ഡിവൈഡഡ് ബൈ 4 ചെയ്യുകയാണെങ്കിൽ I would get this particular answer, -5.44 into 10⁻⁻19. -5.44 into 10⁻⁻19. As simple as that. വളരെ സിമ്പിൾ ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാവരും പോസ് ചെയ്ത് ചെയ്യാൻ നോക്കണ്ടല്ലോ അല്ലേ? ഞാൻ ചെയ്യുന്നത് നോക്കിയിരിക്കരുത്, പോസ് ചെയ്ത് ചെയ്യാൻ നോക്കുക കേട്ടോ. ടക്കുന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അപ്പം തന്നെ പോസ് അടിക്കുക. സാറ് പറയാൻ തന്നെ കാത്തിരിക്കരുത്. ഓക്കെ മക്കളെ? നെക്സ്റ്റ്, which transition in the hydrogen spectrum will have the same wavelength as a transition n is equal to 4 to n is equal to 2 of He plus spectrum? n equal to 4 to n equal to 2 of He plus spectrum. എല്ലാവരും നോക്കുക, which transition in the hydrogen spectrum will have the same wavelength? So basically ഈ തന്നക്കണ ട്രാൻസിഷന്റെ വേവ് ലെങ്ത് എന്താണ്? നമുക്കറിയാം വേവ് നമ്പർ which is equal to 1 by wavelength has got the formula Rydberg's constant RH into z² into RH into z² into 1 by n1² minus 1 by n2². അല്ലേ? സോ ഇവിടെ വരുന്ന എന്താണ്? z വാല്യൂ എന്താണ്? 2 ആണ്, ഹീലിയം ആയതുകൊണ്ട്. സോ ബേസിക്കലി ദിസ് ബിക്കംസ് 4 into RH into 1 by n1². n1 എന്ന് വെച്ചാൽ എപ്പോഴും ലോവർ ഓർബിറ്റ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 4
മൈനസ് n2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്, ഹയർ ഓർബിറ്റ് ആണ്, 1/16. യെസ് ഓർ നോ? ഫൈൻ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഹൗ മച്ച്? ഇവിടെ 3/16 വരും, 3/4. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 RH. 3/4 RH ആണ് വേവ് നമ്പർ വരുന്നത്. ഓക്കെ, അതേ വേവ് നമ്പർ കിട്ടുന്ന ഏത് ട്രാൻസിഷൻ ആണ് ഇവിടെ ഉള്ളത്? അതേ വേവ് നമ്പർ കിട്ടുന്ന ഏത് ട്രാൻസിഷൻ ആണ് ഹൈഡ്രജൻ ഉള്ളത്? വെരി സിമ്പിൾ. ഹൈഡ്രജന്റെ കേസ് ആവുമ്പോൾ ഈ Z² എന്താണ്? 1 ആവും. അപ്പോൾ RH into 1 square into RH into 1 square into 1 by ഏത് ട്രാൻസിഷനാണ് നിങ്ങൾക്ക് ഈ സെയിം വാല്യൂ തരാൻ പോകുന്നത്? ഏത് ട്രാൻസിഷനാണ് ഈ സെയിം വാല്യൂ തരാൻ പോകുന്നത്? നിങ്ങൾ ഇട്ട് നോക്കുക. n is equal to 2 and n is equal to 2 to 1. ഇവിടെ 1 minus 1/4 3/4 വരും. സോ ബേസിക്കലി ഈ ട്രാൻസിഷൻ ആയിരിക്കും കറക്റ്റ് അല്ലേ? n1 equal to 1 ഇടുക, ഓക്കെ, n2 is equal to 2 ഇടുക, മൊത്തത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 3/4 RH ആയിരിക്കും. സോ ബേസിക്കലി ദാറ്റ് ഇസ് ദി ആൻസർ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇത് ബേസിക്കലി ഫോർമുലാസ് വെച്ചിട്ടുള്ള കളികളാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. NTA അഭ്യാസിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സാമ്പിൾ പേപ്പറിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, the wavelength of second line in the Lyman series of hydrogen atomic spectrum is second line. എന്താണ് ഈ സെക്കൻഡ് ലൈൻ ഫസ്റ്റ് ലൈൻ ഓഫ് എ സീരീസ് എന്ന് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്കറിയാം വേവ് നമ്പർ ഹാസ് ഗോട്ട് ദ ഫോർമുല RH into Z² into 1/n1 square minus 1/n2 square. നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി അറിയാം. ലൈമാൻ എന്ന് പറയുമ്പോൾ എന്തായാലും Z വാല്യൂ 1 ആണ് കേട്ടോ. Z വാല്യൂ 1 ആണ്, ഹൈഡ്രജൻ ആണ്. ലൈമാൻ എന്ന് പറയുമ്പോൾ n1 വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. n1 വാല്യൂ എന്തായാലും 1 ആയിരിക്കും അല്ലേ? ലൈമാൻ എന്ന് പറയുമ്പോൾ n1 വാല്യൂ എന്തായാലും 1 ആയിരിക്കും. n2 വാല്യൂ എന്താണ്? സെക്കൻഡ് ലൈൻ ഇൻ ലൈമാൻ സീരീസ് ആണ്. സെക്കൻഡ് ലൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ലൈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when electron falls to the first orbit, n1 is equal to 1 but n2 can be 2 or 3 or 4 or 5. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് 2 to 1 transition is the first line. 3 to 1 transition we call it as a second line. 4 to 1 transition we call as a third line. 5 to 1 will be the fourth line. ഇതേ ലോജിക്ക് തന്നെ നിങ്ങൾക്ക് ബാൽമർ സീരീസിൽ ഉപയോഗിക്കാം. ഇപ്പൊ ബാൽമർ സീരീസ് ആണെങ്കിൽ 3 to 2 ആയിരിക്കും ഫസ്റ്റ് ലൈൻ, 4 to 2 ആയിരിക്കും സെക്കൻഡ് ലൈൻ, 5 to 2 ആയിരിക്കും തേർഡ് ലൈൻ. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ n2 വാല്യൂ എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? n2 വാല്യൂ വരാൻ പോകുന്നത് 3 ആണ് അല്ലെ? കാര്യം അവർ ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് ലൈൻ ആണ്. സോ n2 വാല്യൂ വിൽ ബി 3 സ്ക്വയർ ഇടുക ഇവിടെ. ഓക്കെ, യെസ് ഓർ നോ? നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്താണ്? that will be equal to wave number is equal to 8/9 RH. So wavelength എന്തായിരിക്കും? ഇതിന്റെ റെസിപ്രോക്കൽ 9/8 RH. RH എന്നുള്ളത് 6 എന്ന് ഇടാം. So basically the answer to this question is B. As simple as that. Yes or no? നെക്സ്റ്റ്, നീറ്റ് 2019. നിങ്ങൾ നോക്കുക, 2019 ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ പറയുക. ഇത്ര ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഹൈഡ്രജൻ ആറ്റം ദ de Broglie wavelength of an electron in the second Bohr orbit is. In hydrogen atom the de Broglie wavelength, ഇത് ബേസിക്കലി ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഫോർമുല അല്ല. de Broglieയും ബോറും തമ്മിലുള്ള കണക്ഷൻ നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ് കണക്ഷൻ? de Broglieയും ബോറും തമ്മിലുള്ള കണക്ഷൻ നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. n into lambda is equal to 2 into pi into r. നമ്മളിത് ഓൾറെഡി വരച്ചൊക്കെ കാണിച്ചിട്ടുണ്ട് അല്ലെ? ഒരു ഓർബിറ്റ് എടുക്കുകയാണെങ്കിൽ ഈ വേവ് ലെങ്ത്, ഈ ഇലക്ട്രോണിന്റെ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വേവ് ലെങ്ത് വിൽ ബി ബേസിക്കലി സർക്കംഫറൻസ് വിൽ ബി എ മൾട്ടിപ്പിൾ ഓഫ് ദ വേവ് ലെങ്ത്. സർക്കംഫറൻസ് വിൽ ബി എ മൾട്ടിപ്പിൾ ഓഫ് ദ വേവ് ലെങ്ത് അല്ലേ? ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ തേർഡ് ഓർബിറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ 3 വേവ്സ് ഉണ്ടാവും. ഫോർത്ത് ഓർബിറ്റ് എടുക്കുകയാണെങ്കിൽ 4 വേവ് ഉണ്ടാവും. ഫിഫ്ത്ത് ഓർബിറ്റ് എടുക്കുകയാണെങ്കിൽ 5 വേവ് ഉണ്ടാവും. യെസ് ഓ നോ? ഇവര് ചോദിച്ചിരിക്കണ ഇൻ ഹൈഡ്രജൻ ആറ്റം ദ de Broglie wavelength of an electron in the second Bohr orbit ആണ്. സോ ബേസിക്കലി ഈ n വാല്യൂ is equal to 2. 2 into lambda is equal to 2 into pi into r. ആറിന്റെ വാല്യൂ എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? ആറിന്റെ വാല്യൂ എന്താണ്? പിക്കോമീറ്ററിലാണ് വേണ്ടത്. സോ ബേസിക്കലി ആറിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 52.9
52.9 into n square by z ആണ് അല്ലേ 52.9 into n square by z ആണ് yes or no so basically അവിടെ 52.9 into n square n എന്താണ് second orbit ആണ് so basically n square is basically 2 square divided by z എന്താണ് my dear student z is equal to 1 hydrogen atom ആണ് കൺസിഡർ ചെയ്യേണ്ടത് so lambda എന്താണ് വരുന്നത് lambda will be is equal to 2 cancel ആയി പോകും basically pi into 52.9 into 4 അല്ലേ pi into 52.9 into 4 basically answer കിട്ടാൻ പോകുന്നത് 20 പൈ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ പൈ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ ബേസിക്കലി ഇതായിരിക്കും ആൻസർ വരാൻ പോകുന്നത് 211.6 പൈ ഓക്കെ ഫൈൻ ഇത്രയും സിമ്പിളാണ് നമ്മൾ ഓൾറെഡി ഈ ഫോർമുലാസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങളോട് ആദ്യം പറഞ്ഞത് തിയറി ആദ്യം കാണുക മുമ്പത്തെ വീഡിയോസ് കാണാൻ ഞാൻ അച്ചട്ടൊരു കാര്യം ഉറപ്പ് തരാം ഐഡിയ സ്റ്റുഡൻസ് ഞാൻ ആണയിട്ട് പറയുകയാണ് ആ ലെക്ചേഴ്സ് കണ്ടാൽ മതി അതിൽ തിയറി എല്ലാം കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫൈൻ നെക്സ്റ്റ് an electron is moving with a kinetic energy of 4.55 into 10 power minus 25 the de Broglie wavelength for it is മക്കളെ ഇത് നമ്മൾ കണ്ട ഡയറക്റ്റ് ആപ്ലിക്കേഷൻ NTA അഭ്യാസിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ ആണ് NTA അഭ്യാസിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്കറിയാം വേവ് ലെങ്ത് ഇസ് ഈക്വൽ ടു h by mv പക്ഷെ നമുക്ക് വേറൊരു കാര്യം കൂടി അറിയാം ഈ mvനെ നമുക്ക് റൂട്ട് ഓഫ് 2 into m into ഒരു മിനിറ്റ് 2 into m into kinetic energy എന്ന് എഴുതാം അല്ലേ യെസ് ഓൺ എങ്ങനെ എഴുതാം മൈ ഡിയർ സ്റ്റുഡൻസ് നമുക്കറിയാം എല്ലാവരും നോക്കുക കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ നമ്മൾ ഈ ഓൾറെഡി ഡെറിവേഷൻ കണ്ടതാണ് എന്നാലും ഞാൻ കാണിച്ചു തരാം കൈനറ്റിക് എനർജി ഈസ് ഹാഫ് എം വി സ്ക്വയർ അല്ലേ അപ്പൊ 2 into കൈനറ്റിക് എനർജി എന്താണ് 2 into കൈനറ്റിക് എനർജി ഈസ് എം വി സ്ക്വയർ അപ്പൊ 2 into m into കൈനറ്റിക് എനർജി എന്താണ് എൽ എച്ച് എസും ആർ എച്ച് എസും മാസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു നമുക്ക് എം സ്ക്വയർ ഇൻറ്റു വി സ്ക്വയർ കിട്ടും അപ്പൊ ഇതിന്റെ റൂട്ട് എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും റൂട്ട് ഓഫ് 2 into m into ke എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ് നമുക്ക് എം വി കിട്ടും യെസ് ഓ നോ ഫൈൻ സോ ഈ എം വിക്ക് പകരം റൂട്ട് ഓഫ് 2 into m into ke എന്ന് എഴുതാം സോ ലാംഡ ഇസ് ഈക്വൽ ടു h ബൈ root of 2 into m into kinetic energy my dear champions as simple as that ഈ kinetic energy ആണ് ഇവിടെ തന്നിരിക്കുന്നത് 4.55 into 10 power minus 25 mass of an electron ആണ് ഇവിടെ തന്നിരിക്കുന്നത് 9.1 into 10 power minus 31 h വാല്യൂ തന്നിട്ടുണ്ട് എല്ലാം അച്ചിട്ട് തന്നിട്ടുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക you will get the answer okay perfect അടുത്തതിലേക്ക് കിടക്കാം a stream of electrons from a heated filament was passed ഇത് കണ്ടറിയാം ഇത് എങ്ങോട്ടാ പോണേ എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇതും കണ്ടിട്ടുണ്ട് was passed between two charged plates kept at a potential difference v if E and M are charge and mass of an electron respectively then the value of h by lambda my dear students നമ്മൾ ഈ de Broglie's equation പഠിച്ചപ്പോൾ നമ്മൾ h by lambda is equal to h by mv that can also be written as h by root of 2 into m into ke that can also be written as h by root of 2 into m into q into voltage or potential difference ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതായത് ഞാനിപ്പോൾ ഒരു ചാർജിന് ഒരു വോൾട്ടേജ് in between if I keep it in a voltage the kinetic energy acquired by it ഇപ്പൊ ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ടെന്ന് വിചാരിക്കുക ഇവിടെ ഒരു വോൾട്ടേജ് വി ഉണ്ടെന്ന് വിചാരിക്കുക the kinetic energy acquired by it എന്തായിരിക്കും q into v ആയിരിക്കും സോ ഈ kinetic എനർജിക്ക് പകരം ഈ q into v ഇടാം v is basically the potential difference q എന്താണ് ഇവിടെ q എന്താണ് ഇലക്ട്രോണിന്റെ ചാർജ് ആണ് സോ ബേസിക്കലി lambda is equal to h by mv is equal to h by root of 2mq into v അവർ ചോദിച്ചിരിക്കുന്നത് h by lambda ആണ് ഈ ലാംഡ എടുത്ത് നേരെ ഡിനോമിനേറ്ററിൽ ഇടുക
ഇത് മേളിലേക്ക് കൊണ്ടുവരാം. സോ h by lambda is equal to this value അല്ല, h by lambda is equal to this particular value. കാരണം q എന്ന് പറഞ്ഞാൽ ആ E ആണ്. ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ഒരു ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഗെയിൻ ചെയ്യാൻ പോകുന്ന കൈനറ്റിക് എനർജി, അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? q, ചാർജ് ഇൻ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ബേസിക്കലി ദ വർക്ക് ഡൺ ഓൺ ഇറ്റ്. യെസ് ഓർ നോ? ഫൈൻ. Next, de Broglie wavelength lambda associated with a photoelectron varies with the frequency of the incident radiation. Photoelectron ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നൈസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും വിചാരിക്കും ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുക? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റും ഡി ബ്രോഗ്ലീസ് ഇക്വേഷനും വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം വേവ് ലെങ്ത് ഇസ് ഈക്വൽ ടു h by root of 2 into m into kinetic energy. പക്ഷെ നമുക്ക് വേറൊരു കാര്യം കൂടി അറിയാം. ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് h mu minus h mu naught ആണ് എന്ന്. ദാറ്റ് ഈസ് ഈക്വൽ ടു h into mu minus mu naught ആണ് എന്നുള്ളത് അല്ലേ? അപ്പൊ ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, ഡി ബ്രോഗ്ലീസ് വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് എ ഫോട്ടോ ഇലക്ട്രോൺ. അതായത് ഒരു മെറ്റലില് ഒരു ഫോട്ടോണെ കൊണ്ട് ഇടിപ്പിച്ചിട്ട് ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് ചാടുന്നു. ആ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജിയാണ്. ആ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി എന്താണ്? ആ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജിയാണ് ഈ ഫോർമുല. ആ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ഈസ് ഓൾസോ റിലേറ്റഡ് ടു ആ ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത് according to de Broglie's equation. ആ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ഈസ് റിലേറ്റഡ് ടു ദി ഇലക്ട്രോൺസ് വേവ് ലെങ്ത്. സോ ബേസിക്കലി കൈനറ്റിക് എനർജി കൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാ പോരെ. ലാംഡ ഇസ് ഈക്വൽ ടു h by root of 2 into m into h into mu minus mu naught. Or we can say that lambda is inversely proportional to mu minus mu naught the whole power 1 by 2. അല്ലേ? Lambda is inversely proportional to root of mu minus mu naught. കാര്യം എന്താണ്? ഈ വാല്യൂസ് കോൺസ്റ്റന്റ് ആണ്. ഇലക്ട്രോണിന്റെ മാസ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. സോ ബേസിക്കലി ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് mu minus mu naught. യെസ് ആണോ? അതാണ് ഇവിടെ ഉള്ളത്. ഫൈൻ, ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആണ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. Uncertainty in position and momentum are equal. Uncertainty in velocity is. Uncertainty in position and momentum are equal എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Uncertainty in position and momentum are equal എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഡെൽറ്റ പി ഡോട്ട് ഡെൽറ്റ എക്സ് is greater than or equal to h by 4 pi. Yes or no? ഇത് രണ്ടും ഈക്വൽ ആണ്. ഫോർ എക്സാമ്പിൾ ഇതിനെ എ എന്ന് വിളിക്കുന്നു, ഇതിനെയും എ എന്ന് വിളിക്കുന്നു. സോ എ സ്ക്വയർ, ഓക്കെ, രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻ സച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഗ്രേറ്റർ ദാൻ സിമ്പിൾ എടുത്ത് കളയാൻ പറ്റും. ഗ്രേറ്റർ ദാൻ സിമ്പിൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി പ്രോബ്ലം മുന്നോട്ട് പോകാൻ പറ്റില്ല. സോ ഈക്വൽ ടു സിമ്പിൾ, ഓക്കെ, മിനിമം വാല്യൂ എടുക്കുക. മിനിമം വാല്യൂ എന്താണ്? h by 4 pi is equal to h by 4 pi. Yes or no? So a is what? A is root of h by 4 pi. Root of h by 4 pi. Root of h by 4 pi ന്റെ അർത്ഥം എന്താണ്? Root of 4 പുറത്തേക്ക് എടുക്കാം. That's nothing but 1 by 2 into root of h by pi. ഇനി a എന്താണ്? ഡെൽറ്റ പി ആണ്. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ പി ആണ്. ഈ ഡെൽറ്റ പി എന്താണ്? ഡെൽറ്റ ഓഫ് എം വി ആണ് അല്ലേ? മാസിന് അൺസർട്ടനിറ്റി ഇല്ല. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് എം ഡെൽറ്റ വി. സോ ബേസിക്കലി എല്ലാവരും നോക്കുക, എം ഇൻറ്റു ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു 1 by 2 റൂട്ട് ഓഫ് h by pi. സോ ഡെൽറ്റ വി എന്താണ്? 1 by 2 ഇൻറ്റു എം ഇൻറ്റു റൂട്ട് ഓഫ് h by pi. Got it? 1 by 2m into root of h by pi. Delta p into delta x is greater than or equal to h by 4 pi. നമ്മൾ മിനിമം വാല്യൂ എടുത്തു. സച്ച് ക്വസ്റ്റൻസിന് നമ്മൾ മിനിമം വാല്യൂ, അതായത് h by 4 pi എടുക്കുക, ഇക്വേറ്റ് ചെയ്യുക, ഗ്രേറ്റർ ദാൻ സിമ്പിൾ എടുത്ത് കളയുക. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. സോ എ സ്ക്വയർ ഇടാം. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു h by 4 pi. എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് h by 4 pi. ദാറ്റ് ഇസ് 1 by 2 റൂട്ട് ഓഫ് h by pi. ഈ എ എന്ന് ഉദ്ദേശിക്കുന്നത് അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം ആണ്. ദാറ്റ് ഇസ് അൺസർട്ടനിറ്റി ഇൻ എം ഇൻറ്റു വി. എമ്മിന് അൺസർട്ടനിറ്റി ഇല്ല, മാസിന് അൺസർട്ടനിറ്റി ഇല്ല, മാസിനെ പുറത്തേക്ക് എടുക്കുന്നു. മാസ് ഇൻറ്റു അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി. Mass into uncertainty in velocity is that much. Delta V is equal to this. Got it?
Next, radial nodes present in 3s and 3p orbitals are. The radial nodes present in 3s and 3p. Radial nodes in a number of radial nodes in the formula എന്താണ് n minus l minus 1. So basically 3s ആണെങ്കിൽ 3 minus 0 minus 1 that is equal to 2. 3p ആണെങ്കിൽ 3 minus 1 minus 1 that is equal to 1. Okay, fine. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ പറയുണ്ടാവും സാറേ 1s ഓർബിറ്റലിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്, അതിന് റേഡിയൽ നോഡ് ഇല്ല, സമ്മതിച്ചു. 2s ഓർബിറ്റലിൻ്റെ ഷേപ്പ് വരുന്നത് എങ്ങനെയാണ്? 2s ഓർബിറ്റലിൻ്റെ ഷേപ്പ് വരുന്നത് ഇങ്ങനെയാണ്. അതിന് ചെറിയൊരു റേഡിയൽ നോഡ് റീജിയൻ ഉണ്ട് അല്ലേ? അതിന് ഒരു റേഡിയൽ നോഡ് ഉണ്ട്. ബേസിക്കലി അതിന് ഒരു റേഡിയൽ നോഡ് ഉണ്ടാവും അല്ലേ? ബേസിക്കലി ഇവിടെ ഒരു റേഡിയൽ നോഡ് ഉണ്ടാവും. ഓക്കെ, ഉള്ളിൽ ഇലക്ട്രോൺസ് ഉണ്ടാവും, പുറത്തും ഇലക്ട്രോൺസ് ഉണ്ടാവും. ഉള്ളിൽ ഇലക്ട്രോൺസ് ഉണ്ടാവും, പുറത്തും ഇലക്ട്രോൺസ് ഉണ്ടാവും. പക്ഷെ ഇടയ്ക്ക് വരുന്ന റീജിയൻ ആ ഗ്രീൻ റീജിയൻ, ഈ കാണുന്ന ഗ്രീൻ റീജിയൻ ആണ് ആകെയുള്ള ഒരു റേഡിയൽ നോഡ്. യെസ് ഓനോ? 3s ആണെങ്കിൽ എന്ത് പറ്റും? 3s ആണെങ്കിൽ ഇതേപോലെ തന്നെ ഉള്ളിലുണ്ടാവും. എല്ലാവരും നോക്കുക, 3s ആണെങ്കിൽ 2 റേഡിയൽ നോഡ് ഉണ്ടാവും അല്ലേ? 3s ആണെങ്കിൽ 2 റേഡിയൽ നോഡ്, ഇവിടെ ഒരു റേഡിയൽ നോഡ് ഉണ്ടാവും, ഇവിടെ ഒരു റേഡിയൽ നോഡ് ഉണ്ടാവും അല്ലേ? ഇവിടെ രണ്ടിടത്തൊരു റേഡിയൽ നോഡ് ഉണ്ടാവും. ഇലക്ട്രോൺസ് ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടാവും. ആ ഗ്രീൻ റീജിയൻ മാത്രമാണ് ഈ കാണുന്ന 2 റേഡിയൽ നോഡ്. ആ ഗ്രീൻ റീജിയൻ ആണ് കാണുന്ന 2 റേഡിയൽ നോഡ്. ഇതേപോലെ തന്നെ p ഓർബിറ്റൽസിനെ എങ്ങനെ വിഷ്വലൈസ് ചെയ്യാം? ഫോർ എക്സാമ്പിൾ 2pക്ക് നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് എന്താണ്? 2 minus 1 minus 1 0. അതെന്തുകൊണ്ടാണെന്നറിയോ? ബേസിക്കലി കാണുകയാണെങ്കിൽ ഈ രണ്ട് ലോബിലും ഇലക്ട്രോൺ ക്യാൻ ബി പ്രസന്റ് എനിവെയർ. അവിടെ ഒരു റേഡിയൽ നോഡ് ഇല്ല. നേരെ മറിച്ച് 3p എടുക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടു ഒരു റേഡിയൽ നോഡ് ഉണ്ട്. അപ്പോൾ 3pയുടെ ഷേപ്പ് വരാൻ പോകുന്നത് എല്ലാവരും നോക്കുക, ഇവിടെ ഒരു റീജിയൻ ഉണ്ടാവും. മൈ ഡിയർ സ്റ്റുഡൻസ്, ഇവിടെ ഒരു റീജിയൻ ഉണ്ടാവും വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് r. ആ ഒരു റീജിയനിൽ മാത്രം ഇലക്ട്രോൺസിനെ കാണില്ല. ബേസിക്കലി ആ ഒരു റീജിയനിൽ മാത്രം ഇലക്ട്രോൺസിനെ കാണില്ല. ഇവിടെ ഒരു റീജിയൻ ഉണ്ടാവും ഇലക്ട്രോൺസിനെ കാണാത്ത. ഓക്കെ, ബേസിക്കലി ബാക്കിയുള്ള റീജിയൻസിലൊക്കെ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ടാവും, യെസ് ഓനോ? ഇവിടെയും ഇലക്ട്രോൺസ് ഉണ്ടാവും, യെസ് ഓനോ? പെർഫെക്റ്റ്, ഗോട്ട് ഇറ്റ്, ഫൈൻ. അപ്പൊ അതാണ് റേഡിയൽ നോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് r where probability of finding the electron is 0. Which is at a distance r where probability of finding the electron is 0. Got it? Fine. ഇനിയിപ്പോ 4p എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വലിയ ലോബായിരിക്കും. അതിൽ ഇതേപോലെ ഒരു സ്പോട്ടും കൂടി ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഒരു സ്പോട്ടും കൂടി ഉണ്ടാവും. 2 റേഡിയൽ നോഡ്സ് ഉണ്ടാവും. ഗോട്ട് ഇറ്റ്? ഫോർ എക്സാമ്പിൾ 4p എടുക്കുകയാണെങ്കിൽ എല്ലാവരും നോക്കുക, ഇതേപോലെ 2 റീജിയനിൽ, ഇവിടെ ഒരു റീജിയനും. ഓക്കെ, 2 റീജിയനിൽ ഇലക്ട്രോൺസിനെ കാണാൻ പറ്റില്ല. യെസ് ഓ നോ? 2 റേഡിയൽ നോഡ്സ് ഉണ്ടാവും. ഫൈൻ. So basically അത്രേ ഉള്ളൂ. Let's move on to the next question. The number of angular nodes and radial nodes in 3s orbital respectively. നോക്കൂ, 2020 NEET question ആണ് ഇത്. ഇത്രയും എളുപ്പത്തിൽ ആംഗുലാർ നോഡ്സിന്റെ ഫോർമുല എന്താണ്? L ആണ്. റേഡിയൽ നോഡ്സിന്റെ ഫോർമുല എന്താണ്? n minus l minus 1 ആണ്. ആംഗുലാർ നോഡ്സ് അതിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. കാര്യം എന്താണ്? s വാല്യൂ 0 ആണ്. റേഡിയൽ നോഡ്സ് എന്താണ്? 3 minus 0 minus 1 that is equal to 2. So 0 and 2 are the answers. Perfect. Got it? Next, orbital having 3 angular nodes and 3 total nodes. 3 angular nodes nu parayumbo thanne L value. L is a angular node. So L value should be equal to F. Total number of nodes in the formula endana? Total number of nodes is n minus 1. So total number of nodes 3 aanennu thannundu. So n is equal to 4. n is equal to 4, L is equal to F. F എന്ന് പറഞ്ഞാൽ എന്താണ്?
basically f is equal to 3. Okay, so basically 4f orbital ആണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. Okay, angular nodes is equal to 3, n is equal to 4, so 4f orbital is what they have talked about. Very simple. Okay, next, which set of quantum numbers represents an impossible arrangement? ഏതാണ് impossible arrangement ആയിട്ടുള്ളത്? എല്ലാവരും നോക്കുക my dear students. ഇമ്പോസിബിൾ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് എന്താണ്? ഒന്ന് വെറുതെ നോക്കുക, മേളിലേക്ക് താഴത്തേക്ക് നോക്കുക. വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ഒരുത്തന്നെ ഇവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എല്ലാവരും നോക്കുക. n is equal to 3, ശരി. തേർഡ് ഷെല്ലിൽ l is equal to 2 പറ്റും. കാര്യം എന്താണ്? എല്ലിന്റെ വാല്യൂ റേഞ്ചസ് ഫ്രം 0 to n-1 അല്ലേ? അപ്പൊ 3ല് 3s ഓർബിറ്റൽ പറ്റും, 3p ഓർബിറ്റൽ പറ്റും, 3d ഓർബിറ്റൽ പറ്റും. l is equal to 2 എന്ന് പറഞ്ഞാൽ 3d ഓർബിറ്റലാണ്. പക്ഷെ m is equal to -3. My dear students, m ന്റെ വാല്യൂ റേഞ്ചസ് ഫ്രം -l to +l. അതായത് ഇപ്പൊ l is equal to 2 ആണെങ്കിൽ ഇറ്റ് റേഞ്ചസ് ഫ്രം -2, -1, 0, 1 and 2. അതിൽ -3 എവിടെ നിന്നാണ് വരുന്നത്? -3 is impossible. -3 is possible for f orbitals, not for this. So basically ആൻസർ ഇതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ സ്പിൻ എങ്ങനെ മനസ്സിലാക്കുക? സ്പിൻ എന്ത് വേണമെങ്കിലും ആവാം. സ്പിന്നിനെ നിങ്ങൾക്ക് നോക്കുക വേണ്ട. സ്പിൻ ഇവിടെ -1/2 എടുക്കുകയാണെങ്കിലും കറക്റ്റാണ്. കാര്യം സ്പിൻ ക്യാൻ ബി എനിത്തിങ്, അതിന് ഒരു കണ്ടീഷൻസും ഇല്ല. ആകെ ഒറ്റ ഇതേ ഉള്ളൂ, പെയറിങ് നടക്കുമ്പോൾ, അതായത് ഒരു ഓർബിറ്റിൽ 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഒരുത്തന് ഹാഫ് ആയിരിക്കും, മറ്റവന് -1/2 ആയിരിക്കും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. Next, the maximum number of electrons with n is equal to 3 and l is equal to 3. n is equal to 3 and l is equal to 3 is basically under. n is equal to 3 and l is equal to 3. n is equal to 3. l can only go till 2. അല്ല, 3s, 3p, 3d. n-1 വരെ പോകാൻ പറ്റുള്ളൂ. Obviously അത് കാണുമ്പോൾ തന്നെ അറിയാം 0 is the answer. Yes or no? Fine, this is the answer. Next, what will be the sum of principal and azimuthal quantum number of last electron in argon? Argonന്റെ atomic number എത്രയാണ് my dear students? Argonന്റെ atomic number എത്രയാണ്? 18. So basically 1s2, 2s2, 2p6, 3s2, 3p6 ആണ് അതിന്റെ കോൺഫിഗറേഷൻ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വരുന്നത് എന്താണ്? n is equal to 3. ലാസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത് 3p-ലാണ്. l is equal to 1. 3p ആണ്. l value 1, n value 3. Sum will be what? 3 plus 1, that is equal to 4. Got it? As simple as that. Fine. ഇതൊക്കെ NTA അഭ്യാസം ചെയ്യുന്നിടത്താണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ്, the value of l for valence shell electron of Ga plus ion. For valence shell electron of gallium. Ga എന്താണ്? Gallium ആണ് my dear students. അല്ലേ? Fine. ഗാലിയത്തിന്റെ എന്താണ് കോൺഫിഗറേഷൻ എന്താണെന്ന് നോക്കാം my dear students. ഗാലിയം വരുന്നത് എന്താണ്? ബോറോണിന്റെ ആണ്. ബോറോൺ, നിങ്ങളിപ്പോൾ അറ്റോമിക് നമ്പർ മറന്നാൽ തന്നെ നിങ്ങൾ വെറുതെ നോക്കേണ്ടത് ഗാലിയം വരുന്നത് ബോറോണിന്റെ ഗ്രൂപ്പിലാണ്. ബോറോണിന്റെ കോൺഫിഗറേഷൻ എന്താണ്? ബോറോണിന്റെ വാലൻസ് ഷെൽ കോൺഫിഗറേഷൻ എന്താണ്? 2s2, 2p1 ആണ്. അത് കഴിഞ്ഞ് അലൂമിനിയം ആണ് അതിൻ്റെ അടിയിൽ വരുന്നത്. അത് വരാൻ പോകുന്നത് 3s2, 3p1 ആണ്. അത് കഴിഞ്ഞ് ഗാലിയം ആണ് വരാൻ പോകുന്നത്. ഗാലിയത്തിൻ്റെ അപ്പം എന്താണ്? 4s2, 4p1 ആണ്. 4s2, 4p1 ആണ്. വാല്യൂ ഓഫ് വാലൻസ് ഷെൽ ഓഫ് Ga+. Ga+ എന്ന് പറയുമ്പോൾ നിങ്ങൾ Ga+ എന്ന് പറയുമ്പോൾ ഈ ഇലക്ട്രോൺ എടുത്ത് കളയുക. അപ്പോൾ ഇറ്റ് വിൽ ബി 4s2. ഓക്കെ, സോ വാല്യൂ ഓഫ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്താണ്? അസിമുത്തൽ ക്വാണ്ടം നമ്പർ ബേസിക്കലി s ആണ് അല്ലേ? അസിമുത്തൽ ക്വാണ്ടം നമ്പർ വരുന്നത് 0 ആണ്. s ഓർബിറ്റലാണത്. യെസ് ഓ നോ? ഞാൻ പറഞ്ഞ ലോജിക്ക് മനസ്സിലായോ? ബോറോൺ 2s2, 2p1, അലൂമിനിയം 3s2, 3p1, ഗാലിയം 4s2, 4p1. ഗാലിയം പ്ലസ് എന്ന് വെച്ചാൽ റിമൂവ് ഇറ്റ് ഫ്രം ദ വാലൻസ് ഓർബിറ്റൽ. ഓൾവേസ് റിമൂവ് ഇറ്റ് ഫ്രം ദ വാലൻസ് ഓർബിറ്റൽ. സോ Ga+ will be 4s2. Got it? So azimuthal quantum number is 0. Next, how many electrons can fit in the orbital for which n is equal to 3 and l is equal to 1? n is equal to 3 and l is equal to 1. n is equal to how many electrons can fit in the orbital for which n is equal to 3 and l is equal to 1? എല്ലാവരും നോക്കുക. n is equal to 3 and l is equal to the orbital for which
മൊത്തത്തിലുള്ള ഓർബിറ്റൽസ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഹൗ മെനി ഇലക്ട്രോൺസ് ക്യാൻ ഫിറ്റ് ഇൻ ദി ഓർബിറ്റൽ ഫോർ വിച്ച്. കുറച്ച് ആംബിഗ്വസ് ആണ് ക്വസ്റ്റ്യൻ. ബേസിക്കലി 3p ഓർബിറ്റൽസ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. 3p 3 എണ്ണം ഉണ്ടല്ലോ, 3p 3 എണ്ണം ഉണ്ടല്ലോ. ഓക്കെ, പക്ഷെ ഇവർ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ഇലക്ട്രോൺസ് ക്യാൻ ഫിറ്റ് ഇൻ ദി ഓർബിറ്റൽ ഫോർ വിച്ച് n is equal to 3 and l is equal to 1 ആണ്. ഫോർ ദി ഓർബിറ്റൽ, അതായത് കുറച്ച് ഇംഗ്ലീഷ് വെച്ചുള്ള കളിയാണ്. ഫോർ ദി ഓർബിറ്റൽ ആണ്. ഫോർ ദി ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ അല്ല, അവർ ചോദിച്ചിരിക്കുന്നത് ഒരു ഓർബിറ്റലാണെങ്കിൽ ഒബ്വിയസ്ലി ഓരോ ഓർബിറ്റലിൽ 2 എണ്ണേ പറ്റുള്ളൂ. നേരെ മറിച്ച് അവർ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നതെങ്കിലോ ഫോർ ഓൾ ദി ഓർബിറ്റൽസ് ഇൻ വിച്ച് n is equal to 3 and l is equal to 1 എന്നാണെങ്കിൽ ബേസിക്കലി 3 3p ഓർബിറ്റൽസ് കൊടുക്കണം അല്ലേ. 3 3p ഓർബിറ്റൽസ് കൊടുക്കണം. സോ മാക്സിമം കപ്പാസിറ്റി വിൽ ബി 6 ആയിരിക്കും അങ്ങനെയാണെങ്കിൽ. പക്ഷെ അവർ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ഇലക്ട്രോൺസ് ക്യാൻ ഫിറ്റ് ഇൻ ദി ഓർബിറ്റൽ. ഇൻ ദി ഓർബിറ്റൽസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പിന്നെയുണ്ട്, ഇത് കുറച്ച് ആംബിഗ്വസ് ആണ്. ഇഫ് യു ടേക്ക് ഓൾ ദി ഓർബിറ്റൽസ് പുട്ട് ടുഗെദർ ആറാണ് മാക്സിമം കപ്പാസിറ്റി. നമ്മൾ ഒറ്റ ഓർബിറ്റലാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി അത് ഏത് ഓർബിറ്റലും ആയിക്കോട്ടെ, എല്ലിന്റെ വാല്യൂ എന്നിന്റെ വാല്യൂ എന്തും ആയിക്കോട്ടെ, മാക്സിമം കപ്പാസിറ്റി ഓഫ് എൻ ഓർബിറ്റൽ ഇസ് 2. ഓക്കെ, സോ ബേസിക്കലി കുറച്ച് ആംബിഗ്വസ് ആണ്. സൊല്യൂഷനിൽ ചിലപ്പോൾ 2 ആയിരിക്കും അവർ കൊടുത്തിരിക്കുന്നത്, 2 ആണ് അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ കുറച്ച് ആംബിഗ്വസ് ആണ്. കുറച്ചും കൂടി നീറ്റിലൊക്കെ വരുമ്പോൾ അത് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയൂ എന്തായാലും, അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ ആംബിഗ്വസ് ആണ്. ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ ക്യാൻ ഫിറ്റ് ഇൻ ദി ഓർബിറ്റൽ, ബേസിക്കലി അവർ പറയുന്നത് ഒറ്റ ഓർബിറ്റലിനെ കുറിച്ചാണ്. എന്നാൽ അവർ പറയാണ് ഇൻ ഓൾ ദി ഓർബിറ്റൽസ് ഇൻ വിച്ച് n equal to 3 and l equal to 1 ആണെങ്കിൽ 6 ആണ് ആൻസർ. ഇൻ ദി ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ അവർ ഒറ്റ ഓർബിറ്റൽ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, കുറച്ച് ആംബിഗ്വസ് ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. എനിവേ, consider the following sets of quantum numbers. Which of the following set of quantum numbers is not possible? AIPMT, All India Pre-Medical Test. നോക്ക, ഇതിൽ ഏതാണ് പോസിബിൾ അല്ലാത്തത് മൈ ഡിയർ സ്റ്റുഡൻസ്? ഇതിൽ ഓബ്വിയസ്ലി നാലാമത്തത് പോസിബിൾ അല്ല. എന്തുകൊണ്ടാണ്? n1 ആണ്, l 0 ആണ്, സമ്മതിച്ചു. m എങ്ങനെയാണ് -1 ആവുന്നത്? കാര്യം എമ്മിന്റെ വാല്യൂ -l to +l ആണ്. l വാല്യൂ 0 ആണെങ്കിൽ m വാല്യൂ 0 തന്നെ വരണം അല്ലേ. ഇനി ഫസ്റ്റ് വൺ നോക്കാം. 300 + half, അത് ദാറ്റ്സ് പോസിബിൾ. l വാല്യൂ 0 ആ, m വാല്യൂ 0 ആണ്. 2 ഇത് പറ്റില്ലല്ലോ. n വാല്യൂ 2 ആണെങ്കിൽ l വാല്യൂ ക്യാൻ ഗോ ടു 0 and 1. 0 to n-1 വരെ പറ്റുള്ളൂ. 2s and 2p പറ്റുള്ളൂ. 2d പറ്റില്ല. l equal to 2 എന്ന് വെച്ചാൽ d ആണ്, 2d പറ്റില്ല. സോ ബേസിക്കലി ഇതും പറ്റില്ല. നെക്സ്റ്റ് 4 3 -2 പറ്റും. n equal to 4, l is equal to 3, അതായത് 4f ഓർബിറ്റൽ. m is equal to -2. f ആണെങ്കിൽ -3 പറ്റും, -2 പറ്റും, -1 പറ്റും, 0 പറ്റും, 1 പറ്റും, 2 പറ്റും, 3 പറ്റും അല്ലേ. സോ ബേസിക്കലി l is equal to 3 ആണെങ്കിൽ m is equal to -2 പറ്റും, അത് പറ്റും. 3 2 3 ഇത് പറ്റില്ല. l is equal to 2 ആണെങ്കിൽ m is equal to 3 എങ്ങനെ വരിക? ഇറ്റ് ക്യാൻ റേഞ്ച് ഫ്രം -2 to +2. സോ ബേസിക്കലി ഇതും പറ്റില്ല. 2 4 5 ആണ് ആൻസർ. 2 4 5 ആണ് ആൻസർ. ദിസ് വിൽ ബി ദി ആൻസർ. ഗോട്ട് ഇറ്റ്? ഫൈൻ. Next, the correct set of quantum numbers n, l, m for the unpaired electron of chlorine atom. ഇനിയിപ്പോൾ ക്ലോറിൻ്റെ മറന്നുപോയി എന്ന് വിചാരിക്കാം നിങ്ങൾ. അറ്റോമിക് നമ്പർ നിങ്ങൾക്കറിയാം. ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ എന്താണ്? 2s2 2p5. ക്ലോറിൻ്റെ മറക്കാൻ സാധ്യതയില്ല. ക്ലോറിൻ്റെ മറന്നാൽ ഞാൻ നിങ്ങളുടെ മൂക്കിടിച്ച് വരത്തും. ദാറ്റ് ഇസ് ബേസിക്കലി 17 ആണ്. വരാൻ പോകുന്നത് 3s2 3p5 ആണ്. 3s2 3p5 ആണ്. അൺപെയർഡ് ഇലക്ട്രോൺ വരാൻ പോകുന്നത് ഈ 3p ഓർബിറ്റലിലാണ്. 1 2 3 4 5. ഈ അൺപെയർഡ് ഇലക്ട്രോൺ വരുന്നത് ഇവിടെയാണ്. യെസ് ഓ നോ? യെസ് ഓ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? സോ ബേസിക്കലി n വാല്യൂ എന്താണ്? 3. l വാല്യൂ എന്താണ്? 1. ml വാല്യൂ എന്താവാം? ml വാല്യൂ -1 ആവാം, 0 ആവാം, 1 ആവാം. പക്ഷേ ഈ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇത് തെറ്റാണ്. n വാല്യൂ തെറ്റാണ്, ഇവിടെയും n വാല്യൂ തെറ്റാണ്. ഇവിടെ രണ്ടിലും n വാല്യൂ കറക്റ്റ് ആണ്, പക്ഷേ ഇവിടെ l വാല്യൂ തെറ്റാണ്. സോ ബേസിക്കലി ദിസ് ഇസ് ദി ആൻസർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ ml വാല്യൂ എങ്ങനെ ഡിസൈഡ് ചെയ്തത് 1 ആണെന്നുള്ളത്? അത് എന്ത് വേണമെങ്കിലും ആവാം കേട്ടോ. -1 ആവാം, 0 ആവാം, 1 ആവാം. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, -1 ആവാം, 0 ആവാം, 1 ആവാം. പക്ഷേ ഇതിൽ ബാക്കിയുള്ള ഓപ്ഷൻസും സിമ്പിളായിട്ട് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഗോട്ട് ഇറ്റ്?
അടുത്തത് the orbital angular momentum of an electron in 3s orbital is the orbital angular momentum ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഫോർമുല എന്താണ്? root of L into L plus 1 into h by 2 pi. Yes or no? 3s orbital എന്ന് പറയുമ്പോൾ ഞാനിത് ഫോർമുല തന്നെ എഴുതേണ്ട ആവശ്യമില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എസ് ഓർബിറ്റൽസ് എന്ന് പറയുമ്പോൾ എൽ 0 ആയിരിക്കും. നേരെ നിങ്ങൾക്ക് എഴുതാം ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം വിൽ ബി ഈക്വൽ ടു 0. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, 0 വിൽ ബി ദി ആൻസർ. നെക്സ്റ്റ്, according to Bohr's theory, the angular momentum of an electron in the fifth orbit, nh by 2 pi. അല്ലേ? Bohr's theory ആണെങ്കിൽ the formula is nh by 2 pi. Yes or no? n എന്താണ്? 5 ആണ്. 5 into h by 2 pi. Yes or no? So basically it will be equal to 2.5 h by pi. Got it? As simple as that. Fine. Next, which of the following violates the Aufbau principle? Aufbau principle എന്താണ് പറഞ്ഞത്? Building up principle. അതായത് electrons will fill up orbitals according to increasing order of energy. That is a mother nature. അതായത് lower energy ആണ് ആദ്യം fill ആവുന്നത്, പിന്നെ it goes up to higher energy levels. Lower energy levels ആദ്യം fill ആവുന്നു, പിന്നെ higher energy levels fill ആവുന്നു. അപ്പോൾ നമുക്ക് നോക്കാം my dear students. 2s കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായി നേരെ 2p ചാടി. പക്ഷെ ഇവിടെ വയലേറ്റ് ആവുന്നത് എന്താണ്? ഇവിടെ വയലേറ്റ് ആവുന്നത് ഹൺസ് റൂൾ ആണ്. കാര്യം എന്താണ്? ഡീജനറേറ്റ് ഓർബിറ്റൽസിൽ പെയറിംഗ് ഓൾറെഡി നടന്നു. സിംഗിളി ഓക്യുപ്പൈ ചെയ്യാതെ പെയറിംഗ് ഓൾറെഡി നടന്നു. ഇവിടെ ആക്ച്വലി വരേണ്ടത് ഇങ്ങനെയാണ്. ഓക്കെ, യെസ് ഓ നോ? ഫൈൻ. ഇത് ഹൺസ് റൂളിനെയാണ് വയലേറ്റ് ചെയ്യുന്നത്, ഓഫ് ബൗനെ അല്ല. ഇവൻ ഒന്നും വയലേറ്റ് ചെയ്യുന്നില്ല. 2s കംപ്ലീറ്റ് ആയി ഫില്ല് ചെയ്തു, അത് കഴിഞ്ഞാൽ 2p5 വയലേഷൻ ഒന്നും നടക്കുന്നില്ല. 2p5 വരുന്നത് എങ്ങനെയാണ്? 1 2 3 4 5. ദാറ്റ്സ് കറക്റ്റ്. ഇവിടെയോ 2s to 2p. ഇവിടെ വയലേറ്റ് ആവുന്ന പോളീസ് ആണ്. ഇത് നോക്കൂ, രണ്ടിനും സെയിം സ്പിന്നാണ് അവന്മാർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വയലേറ്റ് ആവുന്ന പോളീസ് ആണ്. വയലേറ്റ് ആവുന്നുണ്ട്, പക്ഷെ വയലേറ്റ് ആവുന്നത് പോളീസ് ആണ്. പക്ഷെ അവർ ചോദിക്കണം ഓഫ് ബൗ ആണ്. ഇവിടെ നോക്കാം, നോക്കൂ, 2s കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ആവാതെ നേരെ 2p ചാടി. 2s ഫില്ല് ആവാതെ നേരെ 2p ചാടി. അതാണ് ഓഫ് ബൗ പ്രിൻസിപ്പിൾ വയലേഷൻ. അതായത് ലോവർ എനർജി ഓർബിറ്റൽസ് ഫുള്ളി ഫില്ല് ആവാതെ ഹയർ എനർജി ഓർബിറ്റലിലേക്ക് ചാടി. പക്ഷെ എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ. ക്രോമിയം കോപ്പർ ഒക്കെ ഇത് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അതിനൊക്കെ ഒരു റീസൺ ഉണ്ട്. ഇവിടെ ദിസ് ഇസ് ഔട്ട്റൈറ്റ് വയലേഷൻ അല്ലേ? ഫൈൻ. So basically this will be the answer. 2s complete lower energy orbital complete ആയിട്ട് fill ആവാതെ higher energy orbitalലേക്ക് പോയി. Got it? Next, which is the correct order of increasing the energy of subshell? Increasing order ആണ് അവർ ഉദ്ദേശിച്ചത്. Okay, increasing order of energy of subshells. Basically n plus l rule follow ചെയ്യുക my dear students. n plus l rule follow ചെയ്യുക. Yes or no? Fine. n plus l rule follow ചെയ്യുക. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. 5p ഉണ്ട്, 4f ഉണ്ട്, 6s ഉണ്ട്, 5d ഉണ്ട്. 5pയുടെ n plus l എന്താണ് വരുന്നത്? 5 plus 1 that is equal to 6. 4fന്റെ n plus l എന്താണ് വരുന്നത്? 4 plus 3 that is equal to 7. 6sന്റെ n plus l എന്താണ് വരുന്നത്? 6 plus 0 that is equal to 6. 5dയുടെ n plus l എന്താണ് വരുന്നത്? 5 plus 2 that is equal to 7. So basically ഇവനും തമ്മിലാണ് കോമ്പറ്റീഷൻ. അവന്മാർ തമ്മിലും ടൈ ആണ്. ഇവനും കോമ്പറ്റീഷൻ. 5d 4f 5d ആയിരിക്കും വിന്നർ. കാര്യം എന്താണ്? n plus l സെയിം ആണെങ്കിൽ, if n plus l value is same, look at the n value. So this is greater than this. അത് കഴിഞ്ഞ് ഇവനും n plus l സെയിം ആണ്. സോ n വാല്യൂ നോക്കുക, 6 is greater. So 5d greater than 4f greater than 6s greater than 5p. This would be the answer. Got it? Next, 4d 5p 5f 6p orbitals are arranged in the increasing order, in the order of decreasing energy. The correct option is, again, വളരെ സിമ്പിൾ ആണ് my dear students. ഇപ്പൊ ചെയ്ത പോലെ തന്നെ എനിക്ക് തോന്നുന്നു സെയിം ഓർബിറ്റൽസ് തന്നെയാണോ? അല്ല, സെയിം അല്ല. 4d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n plus l എന്താണ് വരുന്നത്? 4 plus 2. 4 plus 2 എന്ന് പറഞ്ഞാൽ 6 ആണ് my dear champions. Yes or no? 5p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 plus 1. 5 plus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ്. 5f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 plus 3 that is equal to 8. 6p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 plus 1 that is equal to 7. ഇവനാണ് ഹയസ്റ്റ് എപ്പോഴും.
ഓക്കെ 5F, അത് കഴിഞ്ഞ് 6P വരും. അത് കഴിഞ്ഞ് ഇവന്മാരിൽ രണ്ടിലും 5P ആണ്. കാര്യം എന്താണ്? N+L സെയിം ആണ്. N+L സെയിം ആണെങ്കിലും N വാല്യൂ കൂടുതൽ ഇവനാണ്. സോ ബേസിക്കലി 5F greater than 6P greater than 5P greater than 4D. Okay, this will be the answer. Got it? Okay, so basically നമ്മളിവിടെ കാര്യങ്ങളൊക്കെ മുടിച്ചാച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവർക്കും പ്രോബ്ലം സോൾവിങ് സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മൈ ഡിയർ ചാമ്പ്യൻസ്. വളരെ 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 അധികം ഇമ്പോർട്ടൻ്റ് ആണ് മൈ ഡിയർ ചാമ്പ്യൻസ്. എന്തൊക്കെ തിയറി പഠിച്ചാലും പ്രോബ്ലംസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. പ്രോബ്ലംസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ ഫൈൻ. ഒരു മിനിറ്റ് മക്കളെ. ഓക്കെ, സോ മക്കൾ ഒരു കാര്യം പറയാനുള്ളത്, വേദാന്തുവിൻ്റെ ക്രാഷ് കോഴ്സ്, നീറ്റ് ക്രാഷ് കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി വളരെയധികം നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവും ഈ ക്രാഷ് കോഴ്സ് കൊണ്ട്. കാര്യം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിൽ വരാൻ പോകുന്ന ഫീച്ചേഴ്സ്, വി ഹാവ് റെക്കോർഡഡ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സസ് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ക്ലാസ് ഡൗട്ട് സോൾവിങ്, ടോപ്പിക് സ്പെസിഫിക് കോഴ്സസ്, മൈക്രോ കോഴ്സസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇക്വിലിബ്രിയം ചാപ്റ്റർ പാടാണെങ്കിൽ ആ ചാപ്റ്റർ മാത്രം എടുത്ത് ആക്സസ് ചെയ്യാനുള്ള ഇതും കൂടിയുണ്ട്. അതായത് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. അതായത് നിങ്ങൾക്കിപ്പോൾ നേരെ ഇപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം നിങ്ങൾ ഒരു ചാമ്പ്യനാണ്, നിങ്ങൾ ഓൾറെഡി കില്ല് ചെയ്ത ചാപ്റ്റർ ആണെങ്കിൽ നിങ്ങളത് വെറുതെ അറ്റൻഡ് ചെയ്ത ടൈമുകളാണ്. നേരെ കെമിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ ചാപ്റ്ററിലേക്ക് പോയാൽ മതി. ഓക്കെ, അങ്ങനെയുള്ള മൈക്രോ കോഴ്സസ് ഉണ്ട്. ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ്, പാർട്ട് ആൻഡ് ഫുൾ ടെസ്റ്റ്, പ്രിഡിക്റ്റേഴ്സ്. ബേസിക്കലി ടോപ്പിക് വൈസ് അല്ലെങ്കിൽ ചാപ്റ്റർ വൈസ് ടെസ്റ്റ് ഉണ്ട്. പാർട്ട് ടെസ്റ്റ് എന്ന് വെച്ചാൽ 2-3 ചാപ്റ്റേഴ്സ് ക്യുമുലേറ്റീവ് ആയിട്ടുള്ള എടുത്ത ചാപ്റ്റേഴ്സ് വെച്ചുള്ള ടെസ്റ്റ്. അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫുൾ ടെസ്റ്റും വരുന്നുണ്ട്, ഇഷ്ടം പോലെ വരുന്നുണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, പ്രിഡിക്റ്റേഴ്സ്, അതായത് നിങ്ങളുടെ റാങ്ക് പ്രിഡിക്റ്റ് ചെയ്യാനുള്ള ഒരു ബേസിക്കലി ഇറ്റ് ഗിവ്സ് യു ആൻ ഐഡിയ എവിടെ എത്തും ഇങ്ങനെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, പേഴ്സണൽ ടീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ടീച്ചേഴ്സ്, ലൈവ് ഡിസ്കഷൻ പ്രാക്ടീസ് ആൻഡ് PYQs. ഓക്കെ, ഈ പറഞ്ഞ കാര്യം എൻ്റെ തൊണ്ട കുറച്ച് വീക്കായതുകൊണ്ടാണ് ഞാൻ അധികം എനർജിയിൽ പറയാത്തത് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇത് വളരെയധികം ബെനിഫിഷ്യൽ ആണ് മൈ ഡിയർ ചാമ്പ്യൻസ്. ഓക്കെ, റിപ്പീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും ഇത് വളരെ വളരെ വളരെയധികം ബെനിഫിഷ്യൽ ആണ്. കാര്യം ഈ പറഞ്ഞ സംവിധാനമൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ബാക്കി എല്ലായിടത്തും കിട്ടിയെന്ന് വരില്ല. ഈ പേഴ്സണൽ ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലൈഫിൽ പ്രിപ്പറേഷൻ ജേർണിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് അല്ലേ. പേഴ്സണലായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അക്കാഡമിക്സ് ആവാം നോൺ അക്കാഡമിക്സ് ആവാം വളരെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് മൈ ഡിയർ ചാമ്പ്യൻസ്. ഓക്കെ, വരാൻ പോകുന്ന കോസ്റ്റ് വരാൻ പോകുന്നത് 22,000 ആണ്, 27,500 ആണ്. പക്ഷേ ഈ കൂപ്പൺ കോഡ് അടിച്ചു കഴിഞ്ഞാൽ 22,000 കിട്ടും. ഓക്കെ ഫൈൻ, കൂൾ. പിന്നെ ചാനലിനെ കുറിച്ച് പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ കാണണമെങ്കിൽ ദയവ് ചെയ്ത് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്ഡേറ്റ്സ് മാത്രമല്ല, അതിൽ കൂടുതൽ നമ്മൾ ക്വിസസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ വേറെ എന്തെങ്കിലും എക്സൈറ്റിംഗ് ന്യൂസൊക്കെ ഉണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ നമ്മൾ അനൗൺസ് ചെയ്യുന്നതാണ്. പിന്നെ മക്കൾ പേടിക്കേണ്ട, ഞാൻ അറ്റോമിക് സ്ട്രക്ചറിൻ്റെ ഈ സ്ലൈഡ്സ് എല്ലാം ഇൻക്ലൂഡിങ് ദ പ്രോബ്ലംസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ദയവ് ചെയ്ത് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഓക്കെ ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ മിക്കവാറും കെമിക്കൽ ബോണ്ടിങ് ആയിരിക്കും. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, കെമിക്കൽ ബോണ്ടിങ് ആയിരിക്കും മിക്കവാറും നടക്കാൻ പോകുന്നത്. കുറേ പേര് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞു, കുറേ പേര് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞു. എന്നാലും ഒന്നും കൂടെ ഒരു വോട്ട് എടുക്കാനായിട്ട് ദയവ് ഇതൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കൊന്ന് ഒരു ഐഡിയ തരുമോ സാർ ഇതാണ് വേണ്ടത് എന്നുള്ളത് ദയവ് ഇതൊന്ന് കമൻറ്റ് ചെയ്യുക. അതനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഏതാണെന്ന് വെച്ചാൽ അതെടുത്ത് ചെയ്യും. ഓക്കെ ഫൈൻ. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ.